അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ പ്രവർത്തികളെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഏത് പ്രതികൂലത്തിലായിരുന്നാലും കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗശക്തിക്കോ രോഗദുരാത്മാക്കൾക്കോ രോഗത്തിൻ്റെ ഒന്നിനും എൻ്റെ മേൽ അവകാശമില്ല. ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് സകല സമൃദ്ധി അനുഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും എൻ്റെ ഭവനത്തിലുണ്ടാവും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പിറകെ വരും. കർത്താവെ, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഞാൻ കുടുംബമായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സുവിശേഷവുമായി ലോകരാജ്യങ്ങളിൽ പോകും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവം എന്നെ മാനിച്ചു സകലർക്കും നടുവിൽ എന്നെ സാക്ഷിയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് അത്ഭുതത്തോടെ മുന്നോട്ട് പോകാം. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. രാജകീയ അഭിഷേകം. കർത്താവിന്റെ ഹിതം അന്വേഷിച്ച് അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. ആമേൻ. നമ്മൾ 2 ദിവസങ്ങളിലായിട്ട് കേട്ടു രാജകീയ അഭിഷേകത്തെയും പൗരോഹിത്യ അഭിഷേകത്തെ പറ്റി കേട്ടു. ഒരു വിശ്വാസി രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, ഒരു സാധാരണക്കാരനല്ല, സാധാരണക്കാരിയല്ല. നിങ്ങൾ ദൈവിക അഭിഷേകമുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് സ്വർഗവുമായിട്ട് ബന്ധം വന്ന വ്യക്തിയാണ്. സ്വർഗവുമായിട്ട് ബന്ധമുള്ള നിങ്ങളുടെ മേൽ ദൈവം ബന്ധപ്പെടുന്നത് അഭിഷേകത്തിലൂടെയാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ അനോയിന്റിങ് ചെയ്യുക അഥവാ അപ്പോയിന്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ ബൈബിളിൽ പറയാൻ കാരണം ഇതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. പലപ്പോഴും രക്ഷിക്കപ്പെട്ട വിശ്വാസി ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുകയും വെള്ളിയാഴ്ച മാത്രം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും സ്വോത്രം പറയുകയും ഹല്ലേലൂയ പറയുകയും വചനം കേൾക്കുകയും കൈയടിക്കുകയും സ്വോത്രം പറയുകയും ചെയ്ത് മടങ്ങി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളൊരു സാധാരണ ലൈഫിൻ്റെ അപ്പുറത്തേക്ക് കയറാൻ പറ്റത്തില്ല. സാധാരണ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇതുപോലൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അപ്പോസ്തോല പ്രവൃത്തിയിൽ നടന്നതുപോലെ ദൈവരാജ്യത്തിൻ്റെ ശക്തി അനുഭവിക്കണമെങ്കിൽ നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ ഉപയോഗിക്കുകയും ആ അഭിഷേകത്തെ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയും ചെയ്യണം. ആമേൻ. അപ്പോൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കഴിഞ്ഞ ദിവസം തൊട്ടുവിട്ടായിരുന്നു. ഇന്നതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് പോവാണ്. പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ അകത്ത് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്കുകയാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കി കളയുക. ആദ്യം വിശ്വാസി തിരിച്ചറിയേണ്ടത് നമുക്ക് ഒരു മനുഷ്യനോടും കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആരോടും, ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒത്തിരി ആളുകളെ കാണാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സുവിശേഷം പറയുവാൻ ഒരു കൃപ നമുക്ക് ദൈവം തരും. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളിലൂടെ വലിയ ദൈവപ്രവർത്തികൾ നടക്കും. വലിയ രോഗസൗഖ്യങ്ങൾ, വലിയ പ്രവചനങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തു പറയുമ്പോൾ തന്നെ അത് പിടിച്ചു. അതെല്ലാം കർത്താവ് ചെയ്യും. പക്ഷെ നമ്മുടെ അകത്ത് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജഡ സ്വഭാവം എപ്പോഴും കയറി വരാൻ ശ്രമിക്കും. എന്താണ് ഈ ജഡ സ്വഭാവം എന്ന് പറഞ്ഞാൽ? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജവും അസൂയയും നുണയും ഇതെല്ലാം നീക്കണം. എങ്ങനെ നീക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം. എൻ്റെ പേരിൽ അയച്ചിരിക്കുന്ന ലെറ്റർ അത് എൻ്റെ വീട്ടിൽ തന്നെ വരത്തുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ പേർക്ക് അയച്ച എഴുത്ത് എൻ്റെ വീട്ടിൽ തന്നെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ്
എന്റെ വീട്ടിലായി എന്റെ പേരിൽ അയച്ചിരിക്കുന്ന ലെറ്റർ എന്റെ വീട്ടിൽ തന്നെ വരത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല. ഓർത്തോണേ, നിങ്ങളുടെ മേൽ വെച്ചിട്ടുള്ള പദ്ധതി ദൈവം വേറെ ആർക്കും കൊടുക്കത്തില്ല. നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മറ്റൊരാളിലേക്ക് അത് പകരുകയില്ല. എപ്പോഴും ഓർത്തോണം. അതുകൊണ്ട് നമുക്ക് ആരോടും ഒരു കോമ്പറ്റീഷൻ വേണ്ട, ആരോടും വേണ്ട. എപ്പോഴും ഓർത്തോണം, ദൈവം എന്നെ വാഴിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ബൈബിളിൽ പറഞ്ഞുകൊണ്ട് ജീവനിൽ വാഴും. അപ്പൊ വാഴാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, വീഴാനല്ല. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, അപ്പൊ ഒരു തോന്നൽ വേണ്ട, ഞാൻ നിൽക്കുവാണ്, ദൈവം എന്നെ നിർത്തുവാന്ന് എപ്പോഴും തോന്നിച്ചാൽ മതി. അപ്പൊ അസൂയ വേണ്ട, അസൂയ തോന്നുമാർ ദൈവം എന്നെ വളർത്തിക്കോളും. ആമേൻ. എന്നിട്ട് താഴെ പറയുകയാണ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ തൊട്ട് പോയായിരുന്നല്ലേ. ഒരു കാര്യം ഉറപ്പിച്ചാണ് വിശ്വാസികൾ, നിങ്ങൾ ആരെയും നന്നാക്കാൻ പോകരുത്. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, ഞാൻ പലരെയും ഉപദേശിച്ച് നന്നാക്കാൻ പോകും. ഉപദേശിച്ച് നന്നാകത്തില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഉപദേശിച്ച് നന്നാകാനാണെങ്കിൽ മദ്യഷോപ്പിൽ നിന്ന് മദ്യം വാങ്ങിക്കുമ്പോൾ തന്നെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സിഗരറ്റ് മേടിക്കുന്ന സമയത്ത് അതിൻ്റെ പാക്കറ്റിൽ തന്നെ കാണാൻ പറ്റും അർബുദത്തിൻ്റെ, ക്യാൻസർ വന്ന് ഈ വല്ലാത്ത വികൃതമായൊരു രൂപം ആ ഒരു സിഗരറ്റിൻ്റെ പടത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപദേശം ലോകത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതെല്ലാ വ്യക്തിക്കും ലോകത്തിൽ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ഉപദേശിക്കുന്നവരാകരുത്, പകരം നിങ്ങളിലിരിക്കുന്ന അഭിഷേകത്താൽ പട്ടണങ്ങളെ, വ്യക്തികളെ, ദേശങ്ങളെ തൊടുവാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ തലമുറകളായിക്കോട്ടെ, അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ നിൽക്കാറ്. ഞാൻ പണ്ടൊരു ദേവദാസന്റെ സാക്ഷി കേട്ടതാണ്. ഒരു സ്ഥലത്ത് കുറേ യുവാക്കളുടെ ചിൽഡ്രൻസിന്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് അവിടുത്തെ തലമുറകളെന്ന് പറഞ്ഞാൽ തലവേദനയാണ്, ഒരു ഹോസ്റ്റൽ പോലെയാണ്. അവിടുത്തെ എന്താ വെച്ചാൽ ആളുകൾ ഭയങ്കര തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക്, നാട്ടുകാർക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. അവർക്കാണെങ്കിൽ ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ശരിയാകുന്നില്ല, ഉപദേശിച്ച് തല്ലുമൊക്കെ കൊടുത്തിട്ട് മടുത്തു. ഇവരെന്തു ചെയ്തിട്ടും നന്നാകുന്നില്ല. ഒടുവിൽ ഇവർ മടുത്ത് ഇട്ടേച്ചു പോകുന്ന സമയത്ത് ഒരു ദേവദാസൻ ഇങ്ങനെ പറയാൻ ഇടയത്തോട്, നമുക്ക് എല്ലാവർക്കും ഈ തലമുറകളെ ഓർത്ത് വചനം പറഞ്ഞ് അന്യഭാഷയിൽ അങ്ങ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. വരാൻ താല്പര്യമുള്ള പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തി ഇവർ ഈ പ്രാർത്ഥന ആരംഭിച്ച്, നിങ്ങൾക്കറിയാമോ വലിയ റിസൾട്ട് ഉണ്ടായി. ആ ദേശത്ത് തലവേദനയായിട്ടുള്ള ഹോസ്റ്റലിലെ തലമുറകൾ മുഴുവനും അവിടെ ദൈവത്തിന്റെ സാക്ഷികളായിട്ട് മാറി. ഉപദേശം കൊണ്ടല്ല, അഭിഷേകം അവരെ തൊട്ടു. ആമേൻ. അപ്പൊ നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകം ചെറുതല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രായത്തിന്റെ പകുതി ചിലപ്പോൾ എനിക്ക് കാണത്തുള്ളൂ. നിങ്ങളുടെ അത്ര ലോകപരിചയം എനിക്കറിയത്തില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ അത്രയും ബൈബിൾ പാണ്ഡിത്യം എനിക്ക് കാണത്തില്ല. പക്ഷെ നിങ്ങളെ എല്ലാ ദിവസവും രാത്രി ഇന്ത്യൻ സമയത്ത് 9 മണിക്ക് ഇവിടെ പിടിച്ചിരുത്തുന്നതിന്റെ കാരണം എൻ്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു അഭിഷേകത്തിലാണ്. എൻ്റെ കഴിവല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. 2012 മുമ്പോട്ടാണെങ്കിൽ ഞാൻ വിളിച്ചാൽ ഒരു മനുഷ്യൻ പോലും വരത്തില്ല. അഭിഷേകത്തിന്റെ ശക്തിയാണ് നമ്മളെ ആകർഷിക്കുന്നത്. അഭിഷേകത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. നമ്മൾ മിടുക്കന്മാരാകാൻ വേണ്ടിയല്ല, ദൈവ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ. നിങ്ങൾ ഇതിനെ ജ്വലിപ്പിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ ആഗ്രഹിക്കണം. അപ്പൊ വചനം എന്ന മായമില്ലാത്ത പാൽ എന്തിനാ ഞാൻ കുടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് നമ്മൾ കൊടുക്കും അല്ലേ. അടുത്തൊരു വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വചനം എന്ന ആത്മീയ ആഹാരം എന്ന് പറയുന്നുണ്ട്. കട്ടിയായ ആഹാരം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വചനം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനം പറയുമ്പോൾ അവിടെ വളർച്ചയുണ്ടാകുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ അഭിഷേകവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ തൊട്ട് പോയായിരുന്നു. ഇവിടെ നിങ്ങൾ ഈ താഴേക്ക് വരുമ്പോൾ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള പത്രോസ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായത്തിന്റെ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ? 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. 1 പത്രോസാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായൊരു ജീവനുള്ള കല്ലായി വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി എന്ന പോലെ ആത്മീയ ഗൃഹമായി
ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ വിശുദ്ധ പൗരോഹിത്യ വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജിച്ചു പോകത്തില്ല എന്ന് തിരുവഴുത്തിൽ പറയുന്നുവല്ലോ. നോക്കിയേ, നിങ്ങളിവിടെ നോക്കിയേ, വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പം കുറച്ചു മുമ്പേ പറഞ്ഞു നിങ്ങൾ പുരോഹിത വർഗമാണെന്ന് പറഞ്ഞിട്ട് പത്രോസ്ലീഹ പിന്നെ പറയുകയാണ് പുരോഹിത വർഗമാകേണ്ടതിന്. എന്താണ് അർത്ഥം? അവിടെ രാജകീയ വർഗം എന്ന് പറയുന്നില്ല, പൗരോഹിത്യ വർഗമാകേണ്ട. അപ്പൊ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അഭിഷേകത്തിന്റെ ഒരു വർധനവ് ആവശ്യമാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യാശ, ഒരു അഭിഷേകത്തിന്റെ വർധനവിന്റെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ബൈബിൾ പറഞ്ഞ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ഈ ദൈവത്തിന്റെ ചില വാക്കുകൾ, ചില സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി, ഭയങ്കര കണ്ണിങ്ങ. നമ്മൾ ഈ മനുഷ്യന്റെ ചില വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ മതി, മനുഷ്യൻ ഇങ്ങനെ സോപ്പിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പലപ്പോഴും എങ്ങനെയൊക്കെയാണ് പറയുന്നത്? നമ്മൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ, അത് കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്ക് നോക്കാം, പ്രാർത്ഥിച്ച് നോക്കാം, അവസ്ഥകളൊക്കെ മാറും ആയിരിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നോക്കാം, ദൈവത്തിന് കരുണയുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമായിരിക്കും. നിങ്ങൾ നോക്കി, ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ഇതിന്റെ അർത്ഥം എന്താ? പോകത്തില്ല എന്നതിന്റെ അർത്ഥം എന്തുവാ? പോകത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ ഒറ്റ വാക്കൊന്ന് പറഞ്ഞേ. പോകത്തില്ല. അതെ, അവിടെ ഒരു ഗ്യാരണ്ടി കാണാൻ പറ്റും, ഒരു ഉറപ്പ് കാണാൻ പറ്റും അല്ലേ? അവിടെ അതിന് മീതെ ഒരു വാക്ക് പിന്നെ അവിടെ ഇല്ല. അവിടെ ഇങ്ങനെ എഴുതിയേക്കുക, യേശുവിൽ വിശ്വസിച്ച് നോക്ക് എന്ന് പറയുവാണെങ്കിൽ അവിടെ അതിന്റെ മീതെ ഒത്തിരി ബ്രാക്കറ്റുകൾ വരും. ചിലപ്പോൾ ലജ്ജിച്ചേക്കാം, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, ചിലപ്പോൾ ഉയർന്നേക്കാം, ചിലപ്പോൾ ഒത്തിരി ചിലപ്പം വന്നേനെ. ഇവിടെ ആ വാക്ക് കണ്ണിക്കാൻ കഴിയാത്ത രീതിയിൽ ഒറ്റ വാക്കിൽ എഴുതി വച്ചിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ജന്മത്തിൽ ലജ്ജിച്ചു പോകത്തില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നല്ലോ. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതും മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നിരിക്കുന്നു. ആമേൻ. ജോഷുവ അപ്പോൾ ചാർജറിങ് എടുത്തേ. അപ്പൊ ഈ വചനം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിന്റെ പ്രവർത്തികൾക്കായി ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നു. ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല, അവനിൽ വിശ്വസിക്കുന്നവൻ ഇടർച്ചയായി പോകത്തില്ല. അപ്പൊ നിങ്ങളോട് നോക്കിയേ, അപ്പൊ ഇതെല്ലാം ഇവിടെ വചനം നോക്കിയാൽ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. അപ്പൊ തൊട്ടുമുടുത്ത വാക്യത്തിൽ കണ്ടോ, പൗരോഹിത്യ വർഗമായി പണിയപ്പെടുന്നു. അപ്പൊ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവം രാജകീയ പൗരോഹിത്യ അഭിഷേകം എനിക്ക് തന്നിട്ട്, പക്ഷെ പൗരോഹിത്യ അഭിഷേകം മാത്രം, വിശുദ്ധ പൗരോഹിത്യ വർഗമാകേണ്ടതിന്, അപ്പൊ ഇത് മാത്രം ആകേണ്ടത് ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കാര്യങ്ങൾ മാത്രം ദിനം പ്രതി നിങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എഴുതിക്കുന്ന അഭിഷേകത്തിന്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. അഭിഷേകത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാകണം, അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നവരാകണം, അഭിഷേകത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എല്ലാ മേഖലയിലും സ്വാധീനിക്കുവാൻ ശക്തിയുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളിപ്പം എന്തെങ്കിലേക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് ചില ആൾക്കാർ പണ്ടൊക്കെ ആൾക്കാരുണ്ട്, ചിലരിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പം ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അഭിഷേകം നിങ്ങളിൽ ജ്വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്നലെ കേട്ടു, രാജാവേ എന്ന് വിളിക്കും. അപ്പൻ്റെ കാണാപോയ കഴുതെ തപ്പി വന്നതാണ് ശൗല്. പക്ഷെ അഭിഷേകം വീണ പിന്നെ അവന്റെ അഡ്രസ് അവിടെ വിഷയമല്ല. അതെ, എന്ത് യോഗ്യതയാ ശൗല് നിനക്കുള്ളത്? നിനക്ക് എന്നാ വിദ്യാഭ്യാസമുണ്ട്? നിനക്ക് എന്താണ് രാജാവാകാൻ യോഗ്യത? ഇതൊന്നും അവർ ചോദിച്ചില്ല. രാജാവേ ജയ 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 എന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇന്ന് ഇതാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താൽ നമ്മൾ പറയുമോ, അയ്യോ ബഹുമാനപ്പെട്ട ഞാനിപ്പം ഞങ്ങളുടെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തില്ല? ഇത് എവിടുന്നാ വന്നെന്ന് ചോദിക്കും അല്ലേ? എവിടുന്നാ ഇത് വന്നത്?
കാര്യം അവിടെ ഒരു പദവിയിലേക്ക് ഒരാൾ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫോർമാലിറ്റികളുണ്ട്. പക്ഷേ ദൈവം മാനിച്ചാൽ ഒരു ചോദ്യത്തിനും അവിടെ പങ്കില്ല. ഹല്ലേലൂയ. ഇതാണ് അഭിഷേകത്തിന്റെ പ്രത്യേകത. അഭിഷേകം നിങ്ങളിൽ ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർ, നിങ്ങളെ ചോദ്യചിഹ്നമാക്കി നിർത്തിയിരിക്കുന്നവർക്ക് നിങ്ങളെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതാണ് പറഞ്ഞേക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്. ഇത് യഹൂദനെ നോക്കിയാ പലപ്പോഴും പത്രോസ്ലീഹ പറഞ്ഞതെങ്കിലും നമുക്കുള്ള ആലോചനയാണ്. നിങ്ങൾ ഇടർച്ചക്കൽ എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ, കർത്താവിന്റെ ശിഷ്യന്മാർ അതിനെ ഏറ്റെടുത്തപ്പോൾ, ഇന്നലെ വരെ മീൻ പിടിച്ച് നടന്നവരെ ഇന്ന് ലോകത്തെ ഇളക്കി മറിക്കുന്ന ദൈവത്തിന്റെ അപ്പോസ്തലന്മാരാക്കി മാറ്റിയിരിക്കുന്നു. വെറും അപ്പോസ്തലന്മാരല്ല, മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന അഭിഷേകമുള്ളവർ. ആമേൻ. എന്തുകൊണ്ട് നിങ്ങളിൽ ദൈവപ്രവൃത്തികൾ നടക്കുന്നില്ല? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ട് നടക്കുന്നില്ല? എന്തുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി? ഞാൻ പലവട്ടം ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. നിങ്ങൾ ആ വചനം നോക്കിയാൽ മതി. അവർ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഒരു അത്ഭുതത്തിന് വേണ്ടി കരയുക, അല്ലേ? അവർ വളരെ നിസ്സാരമായിട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ, അവിടെ നടക്കുമ്പോൾ നിങ്ങളൊരു അത്ഭുതത്തിന് വേണ്ടി കിടന്ന് കരയുന്നു. എന്താ വ്യത്യാസം എന്നറിയാവോ? അവരുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തെ അവർ ജ്വലിപ്പിച്ചു. ഇവിടെ നിങ്ങൾ ആ വാക്ക് നോക്കിയേ, വിശുദ്ധ പൗരോഹിത്യ വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു, ബിൽഡ് ചെയ്യുകയാണ്, നിങ്ങളെ തന്നെ പണിതെടുക്കുകയാണ്. എങ്ങനെ? അഭിഷേകത്താൽ അത് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അത് അടുത്ത വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർ. ഇനി നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധിച്ചോണേ. ഒന്ന്, വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുന്ന. ഒന്ന്, നിങ്ങൾ വചനത്തെ വിശ്വസിക്കണം. വചനവും നമ്മുടെ വിഷയമായിട്ടൊന്ന് എപ്പോഴും എഴുതി വെക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങളിപ്പം ഒരു വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെടും, ഒരു പേപ്പർ എടുത്തിട്ട് ആ വിഷയം ഒന്ന് എഴുതണം. എന്നിട്ട് ആ വിഷയം എഴുതിയിട്ട് അതിൻ്റെ നേരെ തന്നെ ഒരു വലിയ ബുക്ക് മേടിച്ചു. ചെറിയ ബുക്ക് മേടിച്ചാൽ നമുക്ക് നീട്ടി എഴുതാൻ പറ്റത്തില്ല. ഒരു വലിയ ബുക്ക് മേടിച്ചിട്ട് ആ വിഷയം അവിടെ എഴുതിയിട്ട് അതിൻ്റെ നേരെ വചനം എഴുതണം. അതിൻ്റെ നേരെ തന്നെ വചനം എഴുതിയിട്ട് രണ്ടും തമ്മിലൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഒരു വിഷയം പറയുന്നു, നിങ്ങളുടെ വിഷയം പറയുന്നു നിങ്ങൾ രോഗിയാണ്. അപ്പുറത്തോട്ട് നിങ്ങൾ വരയ്ക്കാത്ത പറയുന്നു യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ ഇതിൽ ഏത് വിശ്വസിക്കണം? രോഗം എൻ്റെ ശരീരത്തിലുണ്ട്, സൗഖ്യം എൻ്റെ ബൈബിളിലുണ്ട്. നോക്കിക്കേ, രോഗം എൻ്റെ ശരീരത്തിലുണ്ട്, സൗഖ്യം എൻ്റെ ബൈബിളിലുണ്ട്. ആ ബൈബിളിലുള്ളത് ഞാൻ എഴുതി വച്ചിരിക്കുന്നു, എൻ്റെ ശരീരത്തിലുള്ളത് ഞാൻ എഴുതി വച്ചിരിക്കുന്നു. പക്ഷേ ഈ ബൈബിളിലുള്ളത് എൻ്റെ ശരീരത്തിലേക്ക് വരേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? ബൈബിളിലെ വചനത്തെ എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ വിളിച്ചു വരുത്തണം. അതിനെ ഞാൻ എന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാല് പോലെ കുടിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ വചനം ഭക്ഷിക്കണം. വചനം ഭക്ഷിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിലോട്ട് ആ വചനത്തെ അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? സ്വന്തം ശരീരത്തിലേക്ക് വചനത്തെ കയറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം, നിങ്ങൾ ആ വചനത്തെ സ്വന്തം ശരീരത്തിലേക്ക് അങ്ങ് വിടണം. എങ്ങനെയാണെന്നറിയാവോ? നിങ്ങളുടെ പേരിലോ നിങ്ങളിലോ സ്വന്തമാക്കാൻ. ഇപ്പം നമ്മൾ വചനം പറയത്തില്ലേ? നമ്മൾ പറയുമ്പോൾ ബൈബിൾ എഴുതിയ എങ്ങനെയാണ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലത്തെയും ചവിട്ടാൻ കർത്താവിൽ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്ന. അത് എനിക്ക് അധികാരമുണ്ടെന്ന് പറയുമ്പോൾ അത് എൻ്റേതായി മാറുന്നു. ഞാൻ ആ വചനം അനുദിനം ഭക്ഷിക്കുമ്പോൾ ബൈബിൾ പറയുന്നു ബിൽഡ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കിയേ, പുരോഹിത വർഗമാകേണ്ടതിന് ഞാൻ പണിയപ്പെടുന്നു. അപ്പൊ ഞാൻ എൻ്റെ അകത്തൊരു പണി നടക്കുകയാണ്. ഞാൻ ഈ വചനം അങ്ങോട്ട് പറയുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഈ പറയുന്ന വചനത്തെ ഞാൻ വിശ്വസിക്കുവാൻ തുടങ്ങും. രോഗമുണ്ട് എന്ന് വിശ്വസിച്ചവര് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ വചനം പറഞ്ഞ് നിങ്ങളുടെ അകത്ത് വചനം എന്ത് ചെയ്യണം? വിശ്വാസമായി മാറണം. വചനം വിശ്വാസമായി മാറി എന്നെങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാവോ? നിങ്ങൾ ഇന്നലെ വരെ ഞാൻ ഇന്ന രോഗിയാന്ന് പറഞ്ഞു നടന്ന ആൾക്കാർ ആ രോഗത്തെ മറന്നിട്ട് വചനം പറയാൻ തുടങ്ങിയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് വചനം വിശ്വാസമായി മാറിയിരിക്കുന്നു. നോക്കിയേ, വചനം വിശ്വാസമായി മാറുന്നത് എപ്പോഴാണ്? നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ പറയാതെ, നിങ്ങളുടെ രോഗത്തെ പറയാതെ, പ്രശ്നത്തെ പറയാതെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഇതെന്ത് ഭ്രാന്താ? നിങ്ങൾ ഇത്ര നേരം ഇന്നലെ വരെ നിങ്ങൾ ആ രോഗത്തെ പറ്റിയും പ്രശ്നത്തെ പറ്റിയും പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ ചുമ്മാ ഇരുന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ആ വചനം നിങ്ങളുടെ അകത്ത് വിശ്വാസമായി മാറിയിരിക്കുന്നു. അതൊരു റിയാലിറ്റി ആയി വന്നിരിക്കുന്നു. അത് പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ആദ്യത്തെ സൈനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം പറയാൻ പറ്റുന്നില്ല, പകരം വചനം പറയാനേ പറ്റുന്നു. അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
ആ വിശ്വാസത്തിലേക്ക് വന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ബ്രദറെ, എപ്പോഴും വചനം പറഞ്ഞു നടക്കും ബ്രദറെ ഞാന്. അങ്ങനെയെങ്കിൽ എന്താ സംഭവിച്ചെന്ന് അറിയാവോ? നിങ്ങളുടെ അകത്ത് വചനം വിശ്വാസമായി മാറിയിരിക്കുന്നു. അതായത് നിങ്ങൾ ഇന്നലെ വരെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് എന്റെ ശരീരത്തിൽ വലിയ രോഗമുണ്ട്, ഞാൻ മരിക്കുമെന്ന. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് നടന്നു, ഞാൻ രോഗിയാ. പക്ഷെ ഇപ്പൊ അതിനേക്കാൾ ഉപരി പറയുന്നത് എന്താണെന്നറിയോ? വചനമാ. എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? നിങ്ങൾ ആദ്യം എഴുതിയതിന്റെ കൂടെ നേരെ ഒരു വചനം എഴുതിയില്ലേ? ആ വചനം നിങ്ങളുടെ അകത്ത് റിയാലിറ്റി ആകാൻ തുടങ്ങി. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് വരുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നിങ്ങൾ പറയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളത് വിശ്വസിക്കാൻ തുടങ്ങിയതുകൊണ്ടല്ലേ പറയുന്നത്. ഒരാൾ ചുമ്മാ പറയൂ എനിക്ക് ക്യാൻസർ ആണെന്ന് പറയൂ, ഒന്ന് പറഞ്ഞു. ആരെങ്കിലും ചുമ്മാ പറയൂ എനിക്ക് വലിയ ക്യാൻസർ ആണെന്ന് ആരെങ്കിലും ചുമ്മാ പറയൂ? ഇല്ല. ഇല്ല, ഉറപ്പാ. നമുക്കറിയാലോ, ഒരാൾ ചുമ്മാ എനിക്ക് ക്യാൻസർ ആണെന്ന് പറയത്തില്ല. ക്യാൻസർ ഉണ്ടെങ്കിൽ പറയും എനിക്ക് ക്യാൻസർ ആണെന്ന് പറയല്ലേ. അങ്ങനെയെങ്കിൽ യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം എന്നുള്ള വചനം കുറെ നാൾ കേട്ടു, അത് ഏറ്റു പറയാൻ തുടങ്ങി. പക്ഷെ എപ്പോഴും ഇപ്പൊ അത് പറഞ്ഞുകൊണ്ട് നടക്കുക. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നിങ്ങളിപ്പം രോഗത്തെയാണോ വിശ്വസിക്കുന്നത്, സൗഖ്യത്തെയാണോ വിശ്വസിക്കുന്നത്? എങ്ങനെ അറിയാൻ പറ്റും? സൗഖ്യത്തെ. ആമേൻ. അപ്പൊ ഈ സൗഖ്യത്തെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ വാഗൊണ്ട് പറയുന്നത് സൗഖ്യത്തെ പറ്റിയായിരിക്കും. കടഭാരത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ള വിശ്വാസം വന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഭാരങ്ങളെ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഭാരങ്ങളെ ഒരു വ്യക്തി പറയുന്നത് വചനം വിശ്വാസമായി മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ്. വചനം വിശ്വാസമായിട്ട് എങ്ങനെ മാറുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ചു വളരണം. അപ്പൊ പാല് കുടിച്ചാൽ ആ കുഞ്ഞിന്റെ അകത്തത് പോഷകമായി മാറുകയും അതുവരെ തളർന്നിരുന്ന കൊച്ചു കൈയും കാലും അടിക്കാൻ തുടങ്ങി. അത് വളരാൻ തുടങ്ങിയതിന്റെ സൈൻ എന്തുവാണ്? അതിന്റെ കൈകാലുകൾ ചലിക്കുവാനും അത് കരച്ചിൽ നിർത്തുവാനും തുടങ്ങിയല്ലേ. നിങ്ങൾ എത്ര പേര് പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്? കാറി കൂകി ബഹളം വെക്കുമ്പോഴേക്കും അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ വന്ന് കുറച്ച് പാല് കൊടുക്കുമ്പോൾ ആ പാല് കുടിച്ച് വയറ് നിറയുമ്പോഴേക്കും പിന്നെ അത് കരയുവോ അത് ചിരിക്കുവോ? എന്തായിരിക്കും വരുന്നത്? ആ കൊച്ച് കളിക്കുകയും ചിരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ വയറ് നിറഞ്ഞു. അപ്പൊ കരഞ്ഞതിന്റെ കാരണം എന്തുവാ? ശൂന്യത വന്നതുകൊണ്ടാ. ഇത് തന്നെയാണ്. ഇപ്പൊ കരയാൻ പറ്റുന്നില്ല ബ്രദറെ, വചനം പറയാനേ പറ്റുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ വചനം പ്രവർത്തിക്കാൻ തുടങ്ങി, വിശ്വാസം വരാൻ തുടങ്ങി, അഭിഷേകം ചലിക്കുവാൻ തുടങ്ങി, സൈന. അപ്പൊ കൂടുതൽ പാല് കുടിക്ക്, അവിടെ അത്ഭുതങ്ങൾ ഉണ്ടായി വരും. ഇതാണ് പത്രോസ്ലീഹ അവിടെ പറഞ്ഞു വന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ല. എന്നാലും ബ്രദറെ, എന്നാലും നിൽക്കുന്നതിന്റെ അർത്ഥം ഇച്ചിരി പാല് കുടിക്കേണ്ടി വരും, ഇച്ചിരി പാല് കൂടുതൽ കുടിക്കേണ്ടി വരും, ഇച്ചിരി പോഷകാഹാരം അകത്തോട്ട് കയറേണ്ടി വരും. എന്നാലും നമ്മളൊക്കെ പറയും കേട്ടോ. പക്ഷെ അതിനെ ജയിക്കുന്നതാണ് കർത്താവിന്റെ വചനം. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് അന്യഭാഷാ പ്രാർത്ഥന. എനിക്ക് അന്യഭാഷാ പ്രാർത്ഥന ഇല്ല ബ്രദറെ എന്നുള്ളത് നിങ്ങളുടെ മാത്രം എക്സ്ക്യൂസ് ആണ്, ദൈവത്തിന്റെ കുഴപ്പമല്ല. അത് പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കണം. അന്യഭാഷാ പ്രാർത്ഥനകളിൽ പങ്കുചേരണം. അത് അന്യഭാഷ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ലേ, ഞാൻ എന്തിനത് ഈ പങ്കെടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ട, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വളർച്ചയിൽ ദൈവം ഇടപെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും അന്യഭാഷാ പ്രാർത്ഥനയുടെ വലിയ പങ്ക് തന്നെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല, ദൈവം തന്ന ദാനവ. കാര്യം അന്യഭാഷയെ പറ്റി പറയുന്നെങ്കിൽ സ്പിരിച്വൽ എഡിഫിക്കേഷൻ നമുക്കുണ്ടാകും, ആത്മീക വർധനവുണ്ടാകും, നമ്മൾ പണിയപ്പെടുന്നു. ഇവിടെ വിശുദ്ധ പൗരോഹിത്യ വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പൊ ഈ അഭിഷേകം മാത്രം, പൗരോഹിത്യ അഭിഷേകം മാത്രം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാര്യം ഇന്നലെ പോയതുപോലെ അല്ല ഇപ്പൊ നിങ്ങൾ പോകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ കണ്ടതുപോലെ അല്ല എൻ്റെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഞാൻ വളരുകയാണ്. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൻ്റെ അകത്തോട്ടിരിക്കും പറയണം, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ലജ്ജിക്കപ്പെടത്തില്ല, കർത്താവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് മാന്യത ഉണ്ടാകും. ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട വാക്യം കേട്ടോ. ഞാൻ മാനിക്കപ്പെടും,
കുടുംബത്തിൽ ഞാൻ മാനിക്കപ്പെടും, സമൂഹത്തിൽ ഞാൻ മാനിക്കപ്പെടും, ജോലി സ്ഥലത്ത് ഞാൻ മാനിക്കപ്പെടും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ജോലി സ്ഥലത്തിൻ്റെ അകത്ത് പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുക. യെസ് എന്ന് പേരുള്ള ഒരു വ്യക്തി മനസ്സിനെ ഇങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു വ്യക്തിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന രീതിയിൽ ദൈവം തൊടാൻ വേണ്ടി പോകട്ടോ. യെസ് എന്ന് പറയുന്ന വ്യക്തി വിരോധമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ആ പേരിൻ്റെ ആദ്യം ഞാൻ കാണുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ അനുകൂലമായി വരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് അവരുടെ മേൽ സംഭവിക്കട്ടെ. സകല പ്രതികൂലങ്ങളും ഇപ്പോൾ മാറിപ്പോട്ടെ. യൂട്യൂബിലെ കാണുന്നവർക്ക് നിങ്ങൾക്ക് അവിടെ ലിങ്ക് ഉണ്ട് ഈ പ്രാർത്ഥനയുടെ. ആ ലിങ്കിലൂടെയും ആ ഒരു നിങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ ഡീറ്റെയിൽസ് അവിടെയുണ്ട്, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണും. അതിലൂടെ നിങ്ങൾക്ക് സൂമിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പം നിങ്ങൾ നോക്കിയേ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വചനം ഭക്ഷിക്കുമ്പോൾ വചനം നിങ്ങളുടെ അകത്ത് വിശ്വാസമായി മാറി എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് വചനമാണ്. ഭാരം പറയാൻ പറ്റുന്നില്ല ബ്രദറെ, വാ തുറന്ന ഇപ്പം വചനം വരുക. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും ഒന്ന് പറഞ്ഞ്. ഭാരം വരുന്നില്ല, വചനം വരുക എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് ഉണ്ടോ? ബ്രദറെ, ഭാരം ഭാരം വരുന്നില്ല, പകരം വചനമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ബ്രദർ, ഒരാളെ കാണുമ്പോൾ പ്രാർത്ഥിക്കാനും കൂടെ തോന്നുന്നു. എൻ്റെ വിഷയം അവിടെ നിൽക്കുക അപ്പം, പക്ഷെ എൻ്റെ അകത്ത് മറ്റൊരാളെ കാണുമ്പം പ്രാർത്ഥിക്കാനും കൂടെ തോന്നുക. ഇതെന്താ ഇങ്ങനെ? അർത്ഥം എന്നാന്നറിയോ? നിങ്ങളുടെ അകത്ത് അഭിഷേകം ചലിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം നിങ്ങളുടെ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്ന തെളിവാ. ഇതാ തെളിവ്. പണ്ട് ബ്രദറെ കരഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു യൂട്യൂബിലെ പ്രാർത്ഥനയും കേട്ടുകൊണ്ട് അവിടെ കിടന്ന് കരഞ്ഞുറങ്ങിയിരുന്ന ഞാനാണിപ്പം വചനം പറയുവാനും ഒരാളെ കാണുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനും യേശുവിനെ പറ്റി പറയാൻ ഒരു ടെൻഡൻസി എൻ്റെ അകത്തുനിന്ന് വരുന്നു ബ്രദറെ. അതിൻ്റെ അർത്ഥം നിങ്ങൾ കേട്ട വചനം വിശ്വാസമായി മാറിയിരിക്കുന്നു. മാന്യത വെളിപ്പെടാൻ വേണ്ടി പോവുക, ലജ്ജകൾ മാറാൻ വേണ്ടി പോവുക. വിശ്വസിക്കുന്ന നിങ്ങൾക്കോ ആ മാന്യത ഉണ്ട്. നിങ്ങൾ നോക്കി 7-ാമത്തെ വാക്യം പറഞ്ഞു, വിശ്വസിക്കുന്ന നിങ്ങൾക്കോ മാന്യതയുണ്ട്. അപ്പൊ ഇന്ന് നിരാശപ്പെടുന്നവർ കേട്ടെ മാനിക്കപ്പെടാൻ വേണ്ടി പോവാ. നിങ്ങൾ ലോട്ടറിക്കാരൻ പറഞ്ഞ പോലെ നാളെയാണെന്ന് പറയുന്ന പോലെയല്ല, ഇത് ദൈവത്താൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. തലമുറകൾ ഇന്ന് കൈവിട്ടു പോയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ജീവിതത്തിൽ അങ്ങനെ ഒരു സൈൻ കണ്ടാൽ, ഈ ദിവസങ്ങളിൽ ബ്രദറെ എൻ്റെ ഉള്ളത്തിൽ ഇപ്പൊ സങ്കടം ഒന്നും വരുന്നില്ല ബ്രദറെ എന്ന് ആരെങ്കിലും മനസ്സിലുണ്ടോ? പണ്ടെനിക്ക് ഭയങ്കര ഭാരമായിരുന്നു അവരെ ഓർക്കുമ്പോൾ, പക്ഷെ ഇപ്പം എൻ്റെ ഉള്ളത്തിൽ സങ്കടം വരുന്നില്ല. എവിടെയൊക്കെയോ, പക്ഷേ അവരെ വഴിയൊന്നും ശരിയായി വന്നിട്ടില്ല, പക്ഷെ മനസ്സിൽ എവിടെയൊക്കെയോ ഒരു സന്തോഷം ബ്രദറെ, എവിടെയൊക്കെയോ എന്തോ ഒരു പോസിറ്റീവ് ബ്രദറെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അകത്ത് ചലിക്കുവാൻ തുടങ്ങി വചനവും അഭിഷേകവും. ജ്വലിപ്പിക്ക്. ഇതിനെ അങ്ങ് ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ മാന്യത വെളിപ്പെടാൻ വേണ്ടി പോവാം. ഇതുകൊണ്ടാണ് പൗരോഹിത്യ അഭിഷേകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അത് പണിയപ്പെടുന്നു. പൗരോഹിത്യ അഭിഷേകം മറ്റ് അഭിഷേകം പോലെയല്ല. പ്രവാചക അഭിഷേകം വൺസ് നിങ്ങളുടെ മേൽ വന്നാൽ എല്ലാ കൃപാവരങ്ങളും നമ്മളിൽ പോകത്തില്ല. ഒരു കൃപാവരത്തിനും കുറവില്ല എന്ന് കൊരിന്ത്യർ സഭയെ പറയുന്നു. പക്ഷെ പൗരോഹിത്യ അഭിഷേകം ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ വാഴ്ചയുടെ അഭിഷേകം, അത് പോകത്തില്ലെന്നല്ല, അതിന് പ്രത്യേകിച്ച് വളർച്ചയുടെ ആവശ്യമില്ല. വൺസ് നിങ്ങളുടെ മേൽ പാമ്പുകളെയും തെളുകളെയും ശത്രുവിന്റെ സ്ഥലത്തും ചവിട്ടാൻ അധികാരമുണ്ട്, അത് പോകത്തില്ല. പക്ഷെ പൗരോഹിത്യ അഭിഷേകം ഇവിടെ നോക്കി അത് പണിയപ്പെടുന്നു. ആ ഒറ്റ അഭിഷേകം മാത്രം പണിയപ്പെടുന്ന അഭിഷേകമാണ്. ആനുദിനവും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാ പൗരോഹിത്യം. അല്ല, നമുക്കറിയാമല്ലോ, ലേവിയോട് പറഞ്ഞ എന്തുവാ, നീ രാവിലെ എണീറ്റ് കറി വെക്കാൻ മേടിക്കാനും റേഷൻ കടയിൽ പോയിട്ട് ഓടി വന്നിട്ട് നീ ജോലിയും കഴിഞ്ഞ് ഓടുന്നിട്ട് യാഗപീഠത്തിൽ കയറരുത്. നീ എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കണം. അതാണ് പൗരോഹിത്യത്തിന് വേണ്ടി തന്നെ വേർതിരിച്ച് വിളിച്ചിരിക്കുന്നത്. പൗരോഹിത്യ വിളി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ദൈവ അഭിഷക്തന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം. ഇടപോട ബന്ധത്തിലേക്കൊന്നും പോയേക്കരുത്, അവരെ വിലയില്ലാതെ കാണരുത്. കാര്യം അവർക്ക് നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിന്റെ പ്രവാചകനെ നീ അനുസരിക്കുക, നിനക്ക് സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പൊ പൗരോഹിത്യ അഭിഷേകത്തിന്റെ പ്രത്യേകത, ദൈവവുമായിട്ടുള്ള കണക്ഷൻ ഉള്ളവരവര്. എല്ലാവരെ പറ്റി അല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, ഈ അഭിഷേകം ജ്വലിപ്പിക്കുന്നവരെ പറ്റി ഞാൻ പറഞ്ഞത്. അപ്പൊ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ അവർക്ക് ടേൺ ചെയ്യിപ്പിക്കാൻ പറ്റും.
നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ടാണ് ഈ കൈവപ്പ് ശുശ്രൂഷയുടെ ഒക്കെ പ്രാധാന്യത. ചിലപ്പോൾ തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ആ ഒരൊറ്റ കൈവപ്പ് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയോ, ആ വ്യക്തിയുടെ സാന്നിധ്യമോ, ആ വ്യക്തിയുടെ സ്പർശനമോ അവിടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും. അതുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ റൂമാല്, തുണി, നമ്മുടെ ഇവിടുത്തെ ടൗൽ എന്ന് പറയും, അത് കൊണ്ടിട്ടപ്പോൾ തന്നെ രോഗി സൗഖ്യമായി. പത്രോസ്ലീഹ നടക്കുന്ന വഴിയിൽ ഒരു നിഴലെങ്കിലും തട്ടിയാൽ സൗഖ്യമാകാൻ ആൾക്കാർ കിടക്കുക. ഇത് അഭിഷേകത്തിന്റെ വർധനവാണത്. ദൈവമായിട്ടുള്ള ബന്ധം കൂടുതൽ അവർക്ക്. അവർ നടക്കുന്ന വഴിയിൽ അത്ഭുതം നടക്കും. നോക്കി, നമ്മൾ പോലും മൈൻഡ് ചെയ്യാത്ത നിഴലല്ലേ, നമ്മുടെ നിഴലിന് എന്നാ വിലയുള്ള അല്ലേ. പക്ഷെ പത്രോസ്ലീഹയുടെ നിഴലെ തട്ടിയാൽ സൗഖ്യമാ. ഈ അപ്പോസ്തല പ്രവൃത്തി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് പൗരോഹിത്യ അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ടത്. അപ്പൊ ഈ ദിവസങ്ങളിൽ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചിട്ട് ഇവരുടെയും കുറ്റം കണ്ടുപിടിക്കാതെ നമ്മൾ ചിലപ്പോൾ പോകുന്ന പള്ളിയിലോ കൂട്ടായ്മയിലോ എവിടെയെങ്കിലുമൊക്കെ ജോലി സ്ഥലത്തോ അയൽക്കൂട്ടത്തിലോ എവിടെയെങ്കിലുമൊക്കെ ആടിലെ കുറ്റം പറയുമ്പോഴേക്കും അതങ്ങ് വിട്ടുകളാം, നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാന്ന് പറയുന്ന ഒന്ന് തുടങ്ങി നിങ്ങളകത്ത് അഭിഷേകം വർദ്ധിക്കും. ആരെയും നന്നാക്കാൻ പോകരുത് കേട്ടോ. ഉപദേശിച്ച് നന്നാക്കാൻ പോകരുതേ, പ്രാർത്ഥിച്ച് നന്നാക്കുക. ഉപദേശിച്ച് നിങ്ങൾ അവർ തമ്മിൽ അടിപിടിച്ച് അവസാനം നിങ്ങളുടെ വിശ്വാസം കൂടെ പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഉപദേശം ലോകത്തിൽ ഒത്തിരിയുണ്ട്. അവരെന്ത് ചെയ്യണം? ബൈബിളിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ആത്മാവിനാൽ അവരെ യഥാസ്ഥാനപ്പെടുത്തണം. എന്താ സ്നേഹത്തിന്റെ ആത്മാവ്? പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്താൻ നമുക്ക് പറ്റും. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലില്ല, യൂട്യൂബിലാണ്. അപ്പം അതേ സമയത്ത് തന്നെയാണ്, ഈ സാധാരണ സമയത്താണ്. നാളെ മാത്രമില്ല. അതിൻ്റെ നെറ്റ്വർക്കിന് കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ ഇത് ക്ലിയർ ചെയ്യും. അത് മാത്രമല്ല, നാളത്തേക്കില്ല, വരും ദിവസങ്ങളിൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ചിലപ്പം 1-2 ദിവസങ്ങൾ ഇനി വരാൻ പോകുന്ന സൺഡേ സൂമുകളൊക്കെ മീൻസ് ലൈവ് സൂം കാണത്തില്ലായിരിക്കും, യൂട്യൂബിലുള്ളായിരിക്കും. കുറച്ച് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പം നാളെ എന്തായാലും യൂട്യൂബിലാണ് പ്രാർത്ഥന. ഈ സമയത്ത് തന്നെയാണ്. യേശുവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇല്ല, UK മീറ്റിംഗ് ഇല്ല. നാളെ നമുക്ക് സാധാരണ യൂട്യൂബിലാണ് പ്രയർ. നാളെ UK ടൈമിലില്ല പ്രാർത്ഥന. സൺഡേ മീറ്റിംഗ് നടക്കുന്നുണ്ട്, പക്ഷേ ലൈവ് അതിൻ്റെ അകത്തില്ല നാളെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിനോട് പറയുകയാണ്, രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. രതീഷിനെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രതീഷുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ദൈവം ഒരു അജേഷിനെ കർത്താവിനെ കാണിക്കുന്നു. രതീഷിനുമായിട്ട് ബന്ധപ്പെട്ട് അജേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ 2 വ്യക്തികളുമായി കണക്ട് ചെയ്തൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ വലിയ കരം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. എല്ലാ ശാപങ്ങളും നീങ്ങട്ടെ, നന്മയായി തീരട്ടെ. ആ കുടുംബത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ അങ്ങ് തുറക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിന്റെ രതീഷ് എന്ന് പറഞ്ഞ 6 യേശുവിന്റെ നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ദൈവാത്മാവിന്റെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവ്. ഞാനൊരു കുടുംബത്തിൽ കർത്താവിൻ്റെ ഒരു അടയാളം കാണിക്കുവാണേ. നിങ്ങൾക്കിത് എപ്പോഴും ഓർത്തോണം. ഈ മറ്റുള്ളവർക്ക് അത് ചിരി തോന്നിയാലും കർത്താവ് എന്നെ ആ കുടുംബത്തിന്റെ അന്തരീക്ഷം കാണിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ആ വീടിന്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു പാട്ട വെച്ചിരിക്കുന്നതും എൻ്റെ ഏഷ്യൻ പെയിന്റിന്റെ പേര് പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു കാണും. പക്ഷെ കർത്താവ് എന്താണോ എൻ്റെ കുടുംബത്തിൽ കാണിക്കുന്നത്, ഞാൻ എപ്പോഴാണോ ആ കാഴ്ച കാണുന്നത്, അത് തന്നെയാണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ വീടുമായിട്ട് കറക്റ്റ് അടയാളം ശ്രദ്ധിക്കുക. നിങ്ങളെന്ന വ്യക്തിയെ, നിങ്ങളെ തന്നെയാണ് ദൈവം ഈ സമയത്ത് നോക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് ആ കാഴ്ച കാണിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ വീട് കാണിക്കുകയാണ്. ആ വീടിൻ്റെ അടുക്കള വശത്ത് ഒരു സഹോദരി നിൽക്കുന്നവർ കാണിക്കുകയാണ്. ഞാൻ ആ സഹോദരി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടതുവശത്തായിട്ട് ഈ നമ്മുടെ കോഴി മുട്ടയുണ്ടല്ലോ, ഒരു 3 മുട്ട ഒരു പാക്കറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വീട്, 3 എണ്ണം കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുക. ഒരു വീടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണുവാണ്.
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരു കവറിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുവാണ്. ഞാൻ അതൊരു അടയാളം, ആ വ്യക്തി നിൽക്കുന്നതും ആ വ്യക്തിയുടെ അടുക്കള വശമൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. തഴയപ്പെട്ടൊരു വ്യക്തിയാണ്. കുടുംബത്തിൻ്റെ അകത്തുനിന്ന് പോലും ഒത്തിരി വാക്കുകൾ കേട്ട് വല്ലാത്തൊരു ദുഃഖത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ഈ വ്യക്തിക്ക് ഒരു സഹോദരിയും കൂടെ ഉണ്ട്. പലപ്പോഴും ഇവർ തമ്മിലാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇന്ന് ആ വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ആരാണോ ഈ കേട്ട അടയാളവുമായി ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇനി ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വം പറയാൻ വേണ്ടി പ്രൈസ് ആണ് ലോർഡ് വീണ്ടും പാസ്റ്റർ. അതെ പറഞ്ഞു. അതെ, എന്റെ വീട്ടിലാണ്. ഞാനാണ് 3 മുട്ട ഒരു കവറിനകത്താക്കി തൂക്കിയിട്ടേക്കുവാ. ഈ പറഞ്ഞ എന്റെ പോലെയാണല്ലോ വീട്ടിലാ. സിസ്റ്റർ കേട്ടതെല്ലാം. അതെ അതെ അതെ. ഇന്ന് കർത്താവ് വലിയൊരു മാന്യത ദൈവം തുറക്കാൻ വേണ്ടി പോവാ കേട്ടോ. വലിയൊരു പ്രവൃത്തിക്ക് ഞാനും വേണ്ടി. അനിയത്തിയും കൂടാ പറഞ്ഞു. അനിയത്തിയും കൂടാ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഇത് വല്ലോ സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പാസ്റ്റർ, ഞാൻ വിളിച്ചിട്ടും ഇല്ല. ഈ പറഞ്ഞ കാര്യമെല്ലാം ഞങ്ങളും എല്ലാം കാണാൻ വല്ല സാധ്യതയുണ്ടോ വീട്ടിൻ്റെ അകത്ത്? ഒരു സാധ്യതയില്ല. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോ. നിന്ദകൾ മാറാൻ വേണ്ടി ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വേദനയോടെ ഇരിക്കുന്ന ഒരു ഹൃദയമാണ്. എന്നാൽ കർത്താവ് മാനിക്കാൻ വേണ്ടി പോവാണ്. യേശുവേ നന്ദി കർത്താവേ. പ്രിയമകളെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ദൈവപ്രസാദം എന്ന കുടുംബത്തിന്റെ മേലുണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഈ കൃപാവരങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ ആലോചന പറയുമ്പം ലിറ്ററലി എനിക്ക് ആ വീടിൻ്റെ അകത്ത് സഹോദരിയുടെ അടുക്കളയിലോട്ട് എനിക്ക് കയറാൻ പറ്റും, ആത്മാവിൽ കയറാൻ പറ്റും. ഇതേപോലെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഈ കൃപാവരങ്ങളെ പരിശുദ്ധാത്മാവ് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോ ഭവനത്തിൻ്റെ അകത്തും ആത്മാവിൽ, പൗലോസ് പറഞ്ഞ ജഡം കൊണ്ട് ദൂരത്തിനെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥന. ആത്മാവിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നവ. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഇപ്പോൾ തന്നെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തിൽ കാണിക്കുന്നു. ആ ഭവനം ഞാൻ കാണുന്നത് എങ്ങനെയാണ്? ഈ നമ്മൾ സാധാരണ ക്യാമറയിൽ എടുത്ത ഫോട്ടോയാണ്. പക്ഷെ ഇത് ക്യാമറയിൽ എടുത്ത ഫോട്ടോയല്ല, ഇതൊരു വരച്ച ഫോട്ടോ പോലെ എനിക്ക് കാണാൻ പറ്റുന്നത്. അതായത് അതിൻ്റെ പ്രിന്റ് അങ്ങനെയാണ്. പക്ഷെ നല്ല സുന്ദരമായ ഒരു ഫോട്ടോയാണ്. ഒരപ്പച്ചൻ്റെ ഫോട്ടോയാണ്. വട്ട മുഖമുള്ള, ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ള, ഇച്ചിരി എണ്ണമൊക്കെ ഉള്ള ഒരു അപ്പച്ചനാണ്. വലിയ ശരീരമല്ല, എന്തായാലും വട്ട മുഖത്തിരിക്കുന്ന അപ്പച്ചനാണ്. വെള്ള ഡ്രസ്സാണ് അപ്പച്ചൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വെള്ളയല്ല, ഒരു ബ്ലൂ കളറിലെ, വെള്ളയല്ല, ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു കളർ. അത്ര ഇതായിട്ടല്ല, ഒരു നമ്മളൊരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലത്തെ കളറാണ് ഞാൻ കാണുന്നത്. ആ ഡ്രസ്സിൽ ഒരു വരച്ചതുപോലെ തോന്നിക്കും കണ്ടു കഴിഞ്ഞാൽ പടം. പക്ഷെ ഫോട്ടോ എടുത്തിട്ടുള്ളതല്ല അത്. ഞാൻ ആ അപ്പച്ചൻ്റെ ഫോട്ടോ ഞാൻ വീടിൻ്റെ അകത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒത്തിരി പൊക്കത്തിലല്ല വെച്ചിരിക്കുന്നത്. ഈ ഭിത്തിയുടെ താഴെയായിട്ടൊരു സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്, അപ്പച്ചൻ്റെ ഫോട്ടോ ഇരിക്കുന്നത്. ഞാൻ ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എന്നെ കാണിക്കുന്ന അവിടെ ഒരു 56 വയസ്സുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ ഒരു സ്പർശനം വെളിപ്പെടുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ തലമുറകളെ പോലും തൊടുന്ന രീതിയിൽ വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് ആ വ്യക്തിയുടെ മേൽ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളവുമായി ബന്ധപ്പെട്ടത് ഏത് ഭവനമാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഇപ്പോൾ കർത്താവ് പറയുന്നു, തകർന്ന പാത്രത്തെ ഉടച്ചു കളഞ്ഞതിനെ പണിതെടുക്കുന്ന രീതിയിൽ ദൈവം പണിയാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ ഇന്ന് പണി ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സൂമിലോ ലൈവിലോ ഇന്ന് ഈ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നത് പറഞ്ഞു സിസ്റ്ററെ. ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പച്ചന്റെ ഫോട്ടോ ഉണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ വല്യപ്പച്ചന്റെ ഫോട്ടോയാണ്. തകർന്ന് കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുകയാണ് ഞങ്ങള്. കുഞ്ഞുങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരവരുടെ ജോലിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതോർത്ത് വളരെയധികം ഭാരപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ അടയാളം എല്ലാം സിസ്റ്റർ കേട്ടായിരുന്നു? അടയാളം മുഴുവൻ കേട്ടോ? എല്ലാ അടയാളവും ഞാൻ കേട്ടത്. ആമേൻ. ഇന്ന് ഏറ്റെടുത്തോ. കർത്താവ് ഇന്ന് സ്പർശിക്കുക കേട്ടോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
ആ തലമുറകളെ കെട്ടിവച്ചിരിക്കുന്ന സകല കെട്ടുകളും ഇന്ന് പൊട്ടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം ഒരു കാര്യം കൂടെ, ഞാൻ ഇപ്പോഴാണ് ആ കമൻറ്റ് കണ്ടത്, സഹോദരി ഓർപ്പിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എല്ലാവരും ഉള്ളപ്പോൾ പറയാൻ വേണ്ടി ഇരുന്നത്. ഞാൻ ഇടയ്ക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുമല്ല കേട്ടോ, മറന്നിട്ടൊന്നുമില്ല, ആത്മീയ കണക്ഷൻ പോകുന്നില്ല. എല്ലാവരും ഉള്ളപ്പോൾ പറയാൻ വേണ്ടി ഇരുന്നത് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ വരാൻ പോകുന്ന മീറ്റിങ്ങുകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിലൊരു പ്രകാശം തന്നു. ദൈവം ജനറേഷനെ എണീപ്പിക്കാൻ വേണ്ടി പോകും. നമ്മുടെ പേര് തന്നെ എങ്ങനെയാണ്? ട്രൂ ലൈറ്റ് ജനറേഷൻ, സത്യ വെളിച്ചത്തിൻ്റെ തലമുറ. ദൈവാത്മാവോട് പറഞ്ഞു എന്നും പറഞ്ഞ് പ്രായമുള്ളവർ വേണ്ടെന്നല്ല. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ കൂട്ടത്തിൽ നിന്നും തലമുറകളെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു, അവരെ ദൈവം തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, ജോലി കളഞ്ഞിട്ട് വരാൻ വേണ്ടി അല്ല ഞാൻ ഈ പറയുന്നത്. വരാൻ പോകുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ അവരെ ഉന്തിവിടണം, അവരെ മുൻപന്തിയിലേക്ക് നിങ്ങൾ തള്ളിവിടണം. അവരെ വീട്ടിൽ ഇരുത്തിയിട്ട് പ്രാർത്ഥനയ്ക്ക് വരരുത്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അവരിൽ ആർക്കാണ് എനിക്കറിയത്തില്ല ദൈവികമായ ഒരു ശുശ്രൂഷയുടെ വലിയൊരു തലം തുറക്കാൻ വേണ്ടി പോകുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ അവരെ മുന്നോട്ട് കൊണ്ടുവരണം. നമുക്കറിയത്തില്ല, ദൈവം അവരെ തൊടാൻ വേണ്ടി പോകുന്നു, നമ്മുടെ തലമുറകളെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. അവരോട് പറയണം, പണ്ട് ഏലീശ ചെയ്തതുപോലെ. ചിലപ്പം ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അവിടെ കസര ഇടാൻ വേണ്ടിയായിരിക്കാം. ക്യാമറ ആളില്ലാഞ്ഞിട്ടല്ല കേട്ടോ, സഹോദരന്മാർ 100 പേര് റെഡിയാ, എന്നാ ചെയ്യാൻ വേണമെങ്കിലും എല്ലാം റെഡിയായിട്ട് നിൽക്കുക ചെയ്യാൻ വേണ്ടി. പക്ഷേ അവരെ നിങ്ങൾ മുൻപന്തിയിലേക്ക് വിടണം. കർത്താവിൻ്റെ നാമത്തിൽ ആരാണോ താഴ്മയോടെ എല്ലാ കാര്യങ്ങളെയും ചെയ്യുവാൻ ദൈവം കൃപ അവർക്ക് കൊടുക്കും. അങ്ങനെയുള്ളവരെ ദൈവം കർത്താവിൻ്റെ നാമത്തിൽ വേർതിരിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഫിലിപ്പോസിനോട് മേശമേൽ ശുശ്രൂഷിക്കാൻ പറഞ്ഞപ്പോഴേ എനിക്ക് പറ്റത്തൊന്നുമില്ല, എനിക്ക് വലിയ ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞ് പോയില്ല. അവിടെ കീഴ്പ്പെട്ടിരുന്നത് പോലെ ആരാണോ ആത്മാവിന് കീഴ്പ്പെട്ടിരുന്ന് കർത്താവിൻ്റെ സുവിശേഷം എന്ത് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, ചിലപ്പോൾ ആദ്യം ഉന്തേണ്ടി വരുമായിരിക്കാം. പക്ഷേ അവർക്ക് ആ ഇൻട്രസ്റ്റോടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഒരു മനുഷ്യൻ്റെയും പ്രതിഫലം നോക്കിയിട്ടല്ല, ആരെങ്കിലും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഓർത്തുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്. കർത്താവിൽ എനിക്ക് പ്രതിഫലമുണ്ട്, ദൈവം എന്നെ മാനിക്കും. അതുമാത്രമല്ല, എനിക്ക് കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്, എനിക്കൊരു നഷ്ടവുമില്ല. അങ്ങനെ ഒരു മനോഭാവം തലമുറയ്ക്കകത്തോട്ട് വന്നാൽ ഉറപ്പിച്ചു, ദൈവം അവരെ തൊട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, അവരെ മുൻപന്തിയിലേക്ക് ഉന്തിവിടണം. ദൈവത്തിൻ്റെ കൈ കിട്ടിയാൽ പിന്നെ പേടിക്കേണ്ട, അവർ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാനും ഇതേപോലെ ഒരു യൗവനക്കാരനായിരുന്നു. ഞാൻ എപ്പോഴും പറയത്തില്ല, ഞാനും യൗവനത്തിലെ കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണ്. കർത്താവ് ഇതുവരെ നടത്തി. നിങ്ങളെക്കാളും എന്നെക്കാളും പ്രായമുള്ള ഒത്തിരി പ്രായമുള്ളവരുടെ പോലും പ്രാർത്ഥിക്കാൻ ദൈവകൃപ നടന്നു. ഒരു മെച്യൂരിറ്റി ദൈവം തന്നതാണ്, അത് ദൈവം തരുന്നതാണ്. അതേപോലെ തലമുറകളെ ദൈവം തൊട്ടാൽ ലോകവും പാപവും പിന്നെ നിങ്ങൾ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. യേശുവിൻ്റെ ആത്മാവ് ശമൂവേലിനെ നടത്തിയതുപോലെ നടത്തും. നന്ദി കർത്താവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് എന്നെ ഒരു ചിന്നമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്നമ്മ എന്ന് പറയുന്ന വ്യക്തികൾക്ക് 3 സഹോദരിമാർ ചേരുന്നതാണ് ഈ ചിന്നമ്മ. അതായത് ചിന്നമ്മയ്ക്കകത്ത് ചിന്നമ്മയുടെ കൂടെ ജനിച്ചത് 3 സഹോദരിമാരും ഒരാങ്ങളെയും ഉള്ളതാണ് ഈ ചിന്നമ്മ എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് ഇന്ന് തൊടുവാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഒരു തലമുറയ്ക്കും കിട്ടാത്ത, പ്രത്യേകിച്ച് ചിന്നമ്മയുടെ കൂടെ ജനിച്ച ഒരു സഹോദരങ്ങളുടെ തലമുറകളും മാനിക്കപ്പെടാത്തതുപോലെ ദൈവം രാജ്യങ്ങളുടെ നന്മ കൊടുത്ത് മാനിക്കപ്പെടാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനം, ആ വ്യക്തിയുടെ കുടുംബം ആരാണോ, അടയാളം ശ്രദ്ധിച്ചു കേട്ടോണേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു തലത്തെ ഇപ്പോൾ തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ആ വ്യക്തി ആരാണോ, നിങ്ങളുമായിട്ട് ബന്ധം ഇപ്പോൾ തന്നെ. ആരാത് പറഞ്ഞത്? ഈ പറഞ്ഞ പോലെയാണോ ആന്റി? ഈ പറഞ്ഞ പോലെയാണോ അടയാളം കേട്ടതുപോലെ? 3 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ട്. ഈ കാര്യം വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഞാൻ അങ്ങനെ കർത്താവ് കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുക. യേശു തൊടുക കേട്ടോ. ഈ സഹോദരന്മാരൊന്നും മാനിക്കപ്പെടാത്തതുപോലെ കർത്താവ് മാനിക്കാൻ വേണ്ടി പോവാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവെ, ദുഷ്ടൻ ഇന്ന് എവിടെയാണോ അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച് നശിപ്പിക്കാൻ നോക്കിയത്, ഇന്ന് അവന്റെ കരുത്തെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ ശക്തി ആ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവെ, സകല പിശാചുക്കളും കുടുംബം വിട്ട് ഞങ്ങൾ ഓടിച്ചു വിടുന്നപ്പ, നന്മ തുറക്കട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ജിനോ
JINO. ഞാൻ പറഞ്ഞ സ്പെല്ലിംഗ് എങ്ങനെ, ആ പേര് പറയുന്നത് എങ്ങനെയാണ്? ജിനോ. ജിനോ എന്ന് പറയുന്ന ഒരു മകന്റെ കുടുംബത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നു. ജിനോ എന്നാണ് അതിന്റെ പേര്. ജിനു അല്ല, ജിനോ. ജിനോയുടെ കുടുംബത്തെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. ജിനോയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പൊ കേൾക്കുന്നത്, ഇന്ന് ആ മകന് വേണ്ടി ഏറ്റെടുത്തോണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവന്റെ ഭാവിയെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ കൂട്ടുകാരിൽ പനമായി ദൈവം ആനന്ദ തൈലത്താൽ അവനെ നിറയ്ക്കാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്യുന്നപ്പാ. നന്മ തുറക്കട്ടെ, നന്മ തുറക്കട്ടെ. ആരാണോ അതുമായിട്ട് ആരാ മെസ്സേജ് അയക്കുന്നത്, അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ജിനോയുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് തമ്പുരാൻ സ്പർശിക്കുകയാണ്. ദൈവപ്രഭ ചപ്പാത്തി ഉണ്ട്, ഇന്നലെ രാവിലെ 3 കഴിക്കും. ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്തേ. ഇപ്പൊ ആരാ അവിടെ മെസ്സേജ് ഇപ്പൊ അയച്ചല്ലോ? ഹസ്ബൻഡ് ആന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത് ആരാത്? ഞാനിപ്പോ ഒരു മെസ്സേജ് കണ്ടല്ലോ, ഹസ്ബൻഡ് ആന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത്. യേശുവെ നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റി പറയുക. അല്ലാതെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോട്ടെ. ദൈവം തലമുറകളെ, കുടുംബത്തെ തൊടുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹസ്ബൻഡ് ആന്നിട്ടിരിക്കുന്ന ആരാണത്? വീണാജിനോ. യേശുവിന്റെ നാമത്തെ ഏറ്റെടുത്തു. ദൈവം ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. അത്ഭുതകരമായ സാക്ഷ്യമായിട്ട് കർത്താവ് ഇന്ന് ചെയ്യും. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു വ്യക്തിയുടെ സാമ്പത്തികമായ കുരുക്കിനെ ഇന്ന് കർത്താവ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഞാനിത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 കാലഘട്ടത്തിൽ ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ടുണ്ടായ ഒരു പണമിടപാടിനെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു കൊടുക്കൽ വാങ്ങലാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് കുറച്ച് പൈസ കൊടുത്തു. പക്ഷെ ആ പൈസ തിരിച്ചു കിട്ടാൻ ഒത്തിരി കാലതാമസം എടുത്തു. അതിങ്ങനെ ഇങ്ങനെ മുറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അല്പമായിട്ടാണ് അത് തിരിച്ച് ലഭിച്ചത്. പക്ഷെ ആ കൊടുക്കൽ നിമിത്തം ഒത്തിരി തലവേദന നിങ്ങൾക്കുണ്ടായി. നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒത്തിരി പിണങ്ങേണ്ടി വന്നു. പക്ഷെ അത് നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ താളവും തെറ്റി. അത് കൊടുക്കേണ്ടാത്തൊരു പണമിടപാടായിരുന്നു. അത് നിമിത്തം വലിയൊരു കുരുക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി. 2015 മുതലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് പലതും നോക്കിയിട്ടും ഉയരാൻ കഴിയുന്നില്ല. എല്ലാ മേഖലയിലും അടഞ്ഞതുപോലെയാണ്. പലതിലും നഷ്ടം വന്നു. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആരാണോ വ്യക്തി, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആ കുരുക്ക് കഴിയാൻ വേണ്ടി പോവാണ്. ആ കൊടുക്കൽ വാങ്ങൽ നിമിത്തമുണ്ടായ തെറ്റായ ഒരു ബന്ധം യേശുവിന്റെ നാമത്തിൽ ഇന്നത്തോടെ അത് അവസാനിക്കുന്നു. ആരാണോ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത്, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആമേൻ പറഞ്ഞ് ഈ പ്രവചനത്തെ ഏറ്റെടുത്തോണം യേശുവിന്റെ നാമത്തിൽ. അതൊരു അനുഗ്രഹത്തിന്റെ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആലോചന ഇടപെടുന്നവരും മാത്രം ഏറ്റെടുത്താൽ മതി. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സാക്ഷ്യമായി തീരട്ടെ. സകല കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തമുണ്ടായ മുഴുവൻ ഉപദ്രവങ്ങളും യേശുവിന്റെ നാമത്തിൽ കുടുംബം വിട്ട് മാറിപ്പോട്ടെ. നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. സകല പ്രതികൂലങ്ങളും മാറി ദൈവസാക്ഷ്യമുള്ള മക്കളായിട്ട് അവർ തീരട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടട്ടെ. നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ, അങ്ങയുടെ സാക്ഷ്യം എന്ന് തുറക്കട്ടെ അപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു 2017 ഒരു മരണം നടന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. 2017 ആ കുടുംബത്തിൻ്റെ അകത്തൊരു മരണം നടന്നു. മരണം നടന്നത് ഒരു പിതാവിൻ്റെ മരണമാണ് സംഭവിച്ചത്. അടുത്ത മാതാവ് ഇന്ന് എന്നെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 2017 ഒരു മരണം നടന്നു. ആ മരണത്തിന് ശേഷം ഇങ്ങോട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ അകത്ത് ആ മരണത്തിന് തൊട്ട് മുമ്പും ഈ ഒരു സമയം വരെ, മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും ഉള്ള സമയം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ അകത്തോട്ട് ഞാനൊരു ആത്മീയ ദർശനം കാണുകയാണ്. ഒരു വീടിൻ്റെ പകുതി ഇടിഞ്ഞു പോയതുപോലെ ഒരവസ്ഥയാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകൾ തമ്മിലുള്ള എല്ലാ ഇടർച്ചകളും നീങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കലഹത്തെ കൊണ്ടുവന്ന് കുടുംബത്തിൻ്റെ അകത്ത് സകലവിധമാകുന്ന ബുദ്ധിമുട്ടുകളെയും കൊണ്ടുവരുന്ന
വരുന്നത് ഇപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം ഇത് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ നന്മയായി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. സാക്ഷ്യമായി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. തലമുറകൾ തമ്മിൽ ഐക്യത ഉണ്ടാകാൻ വേണ്ടി പോവുക. ആ കുടുംബത്തിൽ ഇനി ഒരു ഒച്ചയോ നിലവിളിയോ ഉണ്ടാകാതെ വണ്ണം ദൈവം സൂക്ഷിക്കാൻ വേണ്ടി പോകുന്നു. പറഞ്ഞു പറഞ്ഞു ജിനോ എന്ന് പറഞ്ഞില്ലേ, അതെന്റെ മോനാണ്. അവ ആഫ്രിക്കയിലാണ് അവന് ജോലി. ഇപ്പൊ ജോലി വർക്ക് കഴിയാറായി. അപ്പൊ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ അടുത്ത പ്ലാൻ എന്താന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്ററെ. അത് ഏറ്റെടുത്തോ. യേശുവിന്റെ നാമത്തിൽ സാക്ഷിയായിട്ട് ദൈവം മാറ്റും കേട്ടോ. അത്ഭുതമാക്കി. ആ പറഞ്ഞു. 2017 എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായി. അതോ 2017 പറഞ്ഞ പോലെ എന്റെ ഹസ്ബൻഡ് മരിച്ചു 2017. കർത്താവ് പറഞ്ഞ തലമുറകൾ തമ്മിൽ ദൈവം ഇന്ന് കലഹത്തെ ഉണ്ടാക്കാൻ നോക്കുന്ന സകല പിശാചുക്കളും ഇന്ന് കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ആ കുടുംബത്തെ ദൈവം തലമുറകളിലൂടെ മാനിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. അത് ഏറ്റെടുത്തോണം കേട്ടോ. വലിയൊരു ഐക്യത വെളിപ്പെടാൻ വേണ്ടി പോവാ. വലിയൊരു സമാധാനം വെളിപ്പെടാൻ വേണ്ടി പോവാ. നന്ദി പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ഓരോരുത്തരെയും ഇന്ന് ബ്ലസ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കൈവച്ച് എന്നിട്ട് ഗായത്രി എന്ന് പറയുന്ന ഒരു തലമുറയുള്ളൊരു ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. വെല്ലുവിളികൾക്കകത്ത് നിൽക്കുന്ന കുടുംബമാണ്. എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. നിങ്ങളെ പരിഹസിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് എവിടെ വെച്ച് കണ്ടാലും നിന്ദിക്കുന്ന വ്യക്തി വീടിൻ്റെ അകത്തോട്ട് കയറി വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നെ കേൾക്കുന്ന കുടുംബം ഏറ്റെടുത്തു. 2 വർഷമായിട്ട് തലവേദനയാണ് ആ മനുഷ്യൻ. എന്നാൽ യേശു ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ അത്ഭുത കരം ആ കുടുംബത്തെ സ്പർശിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആലോചനയെ സ്വീകരിച്ച് അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുക. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശുവേ അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവേ അങ്ങയുടെ അത്ഭുതം എൻ്റെ മേൽ സംഭവിക്കുന്നു. കർത്താവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിൻ്റെ സൗഖ്യത്താൽ ഇന്ന് നിറയപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പാ. സെപ്റ്റംബർ മാസം ഞാൻ കാണുന്ന ഒരു കാഴ്ച, സെപ്റ്റംബർ മാസം 17-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ കാലുകളുടെ മേൽ, വേദനയുടെ മേൽ ആ രോഗശക്തി ഇപ്പോൾ ശരീരം വിട്ട് മാറിപ്പോകുന്നു. സെപ്റ്റംബർ 17-നാണ് ജനിച്ചിരിക്കുന്നത്. ആ കാലുകളുടെ മേൽ, ആ കാലിനെ ഇന്ന് തളർത്താൻ നോക്കുന്ന സകല രോഗശക്തികളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്ന. കൈയെടുത്ത് വെച്ച് അവിടുന്ന് ആ വേദന വേരോടെ ഇപ്പൊ പറഞ്ഞു പോവുകയാണ്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗശക്തികളെയും രോഗദുരാത്മാക്കളെയും പുറത്തു കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. കണ്ണാടിയൊക്കെ മാറ്റിയിട്ട് പറ, കണ്ണാടി ഇല്ലാതെ ഞാൻ കാഴ്ച കാണും. എൻ്റെ കൈകൾ കാലുകൾ കഴുകനെ പോലെ എൻ്റെ യൗവനം പുതുക്കം പ്രാപിക്കാൻ വേണ്ടി പോവാണ്. സാമ്പത്തിക മേഖലയിൽ ഞാൻ വർദ്ധിക്കാൻ വേണ്ടി പോവാണ്. ജോലി മേഖലയിൽ വർധനവുണ്ടാകാൻ വേണ്ടി പോവാണ്. വീട് പണിക്കകത്തുണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി പോവുകയാണ്. തലമുറകളുടെ ഭാവി ഓർത്ത് കരയുന്നവർ സന്തോഷിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ ബിസിനസ്സിൻ്റെ മേൽ, ജോലിയുടെ മേൽ ഇപ്പോൾ തന്നെ തടസ്സമായി നിൽക്കുന്നതെല്ലാം ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നപ്പാ. യേശു നിലയ്ക്കാത്ത ഉറവുകൾ തുറക്കട്ടെ. ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ തുറന്നതുപോലെ നന്മയുടെ ഉറവകൾ തുറന്നു വരാൻ വേണ്ടി പോവുക. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് എന്നിട്ട് ചെക്ക് ചെയ്തേ. ഇപ്പോൾ തന്നെ യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ. അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നപ്പ. അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരികയില്ല. ഒരനർത്ഥവും ഞങ്ങൾക്ക് വരത്തില്ല. പറ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. ഞാൻ വേദനയല്ല എൻ്റെ അവകാശം, ദിവ്യ ആരോഗ്യം എൻ്റെ അവകാശമാണ്. സൗഖ്യം എൻ്റെ അവകാശമാണ്. സൗഖ്യം എൻ്റെ അവകാശമാണ്. രോഗസൗഖ്യം എൻ്റെ അവകാശം. എത്ര വലിയ മാരക രോഗമായിക്കോട്ടെ, എത്ര വലിയ ശക്തി ആയിക്കോട്ടെ, ആ ഷുഗറിനോടും പ്രശ്നോടും പറ, ജീവിതകാലത്ത് മുഴുവൻ ഞാൻ മരുന്ന് കഴിക്കാതെ ദിവ്യ ആരോഗ്യത്തോടിരിക്കുന്നവർ എപ്പോൾ ചെക്ക് ചെയ്താലും എൻ്റെ കൗണ്ട് നോർമലാണ്. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ്. എൻ്റെ ശരീരം യൗവനക്കാരെ പോലെ തീരാൻ വേണ്ടി പോവുക. എൻ്റെ ആരോഗ്യം ഞാൻ യേശുവിന് വേണ്ടി ഓടുമെന്ന് പറ. ഇപ്പോൾ അത്ഭുത സൗഖ്യം നിറയുക. അത്ഭുത സൗഖ്യത്തിൻ്റെ സമയമായത്. ഇന്ന് അനുഭവിക്കുന്നവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവേ അങ്ങയുടെ അത്ഭുത സൗഖ്യം
ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ മേൽ അനുഭവിക്കുകയാണ്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങൾ രോഗശക്തികളെ കൂട്ടമായി പുറത്താക്കുന്നപ്പ. രോഗാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിലെ ഭൂതങ്ങൾ ഇപ്പോൾ വിട്ടുപോകുക. ഭൂതശക്തികൾ ഈ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നു. എല്ലാ തകർച്ചയുടെയും അന്യ ആരാധന ശക്തികളുടെ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. എല്ലാ ദുരാത്മശക്തി വിട്ടുപോകുന്നപ്പ. എല്ലാ ആഭിചാര ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാ പാരമ്പര്യ ശക്തികളെയും ശാപങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നപ്പ. ദുഷ്ടന്റെ ആശ നശിക്കുന്നു. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. അത്ഭുത സൗഖ്യത്തിന് സൗഖ്യം അനുഭവിക്കുന്നവർക്ക് മ്യൂട്ട് മാറ്റി പറയാം. അത്ഭുതകരമായ വിടുതലുകൾ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ആ ശരീരത്തിന് മേൽ വിടുതലുകളെ കൽപ്പിക്കുന്നപ്പ. ഇന്ന് അനുഭവിക്കുന്നവർ ഒന്ന് ചെക്ക് ചെയ്തേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എൻ്റെ ശരീരത്തിൻ്റെ മേൽ പൂർണ്ണ ആരോഗ്യം എൻ്റെ അവകാശമാണ്. ആരോഗ്യം എൻ്റെ അവകാശമാണ്. അത്ഭുതം എൻ്റെ അവകാശമാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ. ആ കരങ്ങൾ, കാലുകൾ, അസ്ഥികൾ, ഞരമ്പുകൾ എല്ലാ മേഖലയിലും സൗഖ്യം വ്യാപരിക്കുന്നു. രക്തത്തിൻ്റെ മേൽ സൗഖ്യം വ്യാപരിക്കുന്നു. നടക്കാത്തവർ ചാടാൻ വേണ്ടി പോവുക. നടക്കാൻ പറ്റാത്തവർ ഓടാൻ വേണ്ടി പോവുക. കിടക്കമേൽ കിടക്കുന്നവർ യേശുവിനകത്ത് പറഞ്ഞു ചാടി എണീറ്റ് ഞാൻ ഓടാൻ വേണ്ടി പോകാന്ന് പറയാം. യേശുവിൻ്റെ നാമം രോഗത്തെ തകർക്കുന്നതാ. യേശുവിൻ്റെ നാമം ഭൂതങ്ങളെ ഓടിക്കുന്നതാ. ഇന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സംസാരിച്ച് തുടങ്ങാം. സാക്ഷ്യമുള്ളവർ കർത്താവ് എന്നെ തൊട്ടു, എനിക്കത് പ്രത്യക്ഷമായി അനുഭവിക്കുവാൻ കഴിയുന്നു പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ലാത്ത പക്ഷം നിങ്ങൾ മ്യൂട്ട് ചെയ്തോണ്ട് പറഞ്ഞു. ഞാന് സെപ്റ്റംബർ 15-നാണ് ഞാൻ എന്റെ ബർത്ത് ഡേറ്റ്. ബട്ട് എന്റെ കാല് രണ്ടും ഒരേപോലെ വേദനിച്ച് നടക്കാൻ മേലാത്ത പോലെ ഇരിക്കുക. ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയുണ്ട് സിസ്റ്ററെ? ഒന്നും പറയാൻ പറ്റുന്നില്ല. ബട്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത്ഭുതം നടത്തും. കർത്താവിന്റെ സൗഖ്യം നമ്മുടെ അവകാശമാണ്. സൗഖ്യം എന്റെ അവകാശമാണ്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. എനിക്കിപ്പം ആ സൗഖ്യം അനുഭവിക്കുന്നുണ്ട്, എന്റെ ശരീരത്തിൽ ഇപ്പോൾ ആ വേദന ഇല്ല എന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മ്യൂട്ട് മാറ്റിയിട്ട് പറയാം. ഒന്ന് ചെക്ക് ചെയ്ത് എന്നിട്ട് പറയണം, വിട്ടുകൊടുക്കരുത്. സൗഖ്യം എന്റെ അവകാശമാണ്. അത്ഭുതം എന്റെ അവകാശമാണ്. സൗഖ്യം രോഗമുണ്ടെന്ന് പറയാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, സൗഖ്യം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. നന്ദി കർത്താവേ. അനുഭവിക്കുന്നവരെല്ലാം ചെക്ക് ചെയ്താട്ടെ. അതിനുശേഷം നമ്മളിപ്പം സാക്ഷ്യങ്ങൾ കേൾക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചോണം, സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ഞാൻ കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം സാക്ഷ്യമുള്ളവർക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഇന്ന് ഈ നിമിഷം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവെ ഞങ്ങളുടെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ വിതച്ചത് ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാവും. ബ്രദറിന് കൊടുക്കുവല്ല, സഭയ്ക്ക് കൊടുക്കുവല്ല, കർത്താവിന്റെ നാമത്തിലാണ് ദൈവം എനിക്ക് തന്നു. ദിനവൃത്താന്തം പറയുന്നു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് വാങ്ങിച്ചു നിനക്ക് തരികയാണ്. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ദൈവം എനിക്ക് വിത്ത് തന്നു. ഞാൻ ആ വിത്തിനെ ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്നു. ഇത് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വാരി വിതറി കൊടുക്കും. ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവും. നന്മയും കരുണയും നിങ്ങളുടെ പുറകെ വരും. എല്ലാ മേഖലയിലും ഉയർച്ച തന്നെ പ്രാപിക്കും. വായ്പ മേടിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഞങ്ങളുടെ തിരുകൃപയ്ക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ഈ സമയത്ത് മ്യൂട്ട് മാറ്റി പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. ഒരു മിനിറ്റ് പറഞ്ഞു. ഹലോ ബ്രദർ, 2015 സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പറഞ്ഞല്ലോ ബ്രദർ. അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ. അപ്പോഴൊക്കെ ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ബ്രദർ. അത് ഏതാണെന്ന് ഒരു 3-4 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബ്രദർ. ആ കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഒരു വ്യക്തിയുടെ നിന്ന് പല തവണയായിട്ട് മേടിച്ച ഒരു എമൗണ്ട് ആണത്. അവസാനം ആ വ്യക്തിയായിട്ട് തെറ്റിപ്പിരിയേണ്ട ഒരു അവസ്ഥ വരെ വന്നു. ആ ഒരു വിഷയമാണത്. ആ വിഷയമാണ് സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് അതിന്റെ മേൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ പറഞ്ഞു. ഒരു മിനിറ്റ്, ഒരാൾ പറയുമ്പോ മറ്റൊരാൾ മ്യൂട്ട് ചെയ്യണേ. ജിനോ എന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡ് ആണ്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വിഷമത്തിൽ ഇരിക്കുവായിരുന്നു. സ്കൂളിൽ ഇരുന്നപ്പോഴും ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്നോട് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകത്തില്ല എന്ന്. കർത്താവ് എന്തായാലും എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് സത്യമായിട്ടും വിശ്വാസമായി. ദൈവത്തിന് ഒത്തിരി നന്ദി. നന്ദി കർത്താവ്, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു. സമയത്ത്
പ്രയർ സമയത്ത് എസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞല്ലോ. ഉം. എസ് ദൈവത്തിൽ തുടങ്ങുന്ന ഉം. അത് മുഖത്തെ നോക്കിയവരെ പ്രകാശത്തിലെ അവിടെ മുഖം ലജ്ജിച്ചില്ല. പിന്നെ എന്നെ മാനിക്കുന്നവരെ എന്നെ മാനിക്കും എന്നുള്ള ആ വചനം ബ്രദർ അവര് അരമണിക്കൂറിന് മുമ്പേ ഈ പ്രയർ തുടങ്ങുന്നതിന് അരമണിക്കൂറിന് മുമ്പേ മോന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് ജോലിയായിരുന്നു. അവൻ ഇവിടെ കർണാടകയിലെ ബെൽഗാമിലേക്ക് ജോലിക്ക് പോയി. അവിടുത്തെ ആൾക്കാരൊക്കെ എല്ലാം അവന് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും പ്രശ്നമാണ്. പക്ഷെ അവൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോയപ്പോ യോശുവ 1-ാം അധ്യായം വായിച്ചുകൊണ്ടപ്പോ അതാണ് അവന് കിട്ടിയത്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കയില്ല. ആ വചനം പിന്നെ ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്. ഇത് വചനമൊക്കെ അവന്റെ ബലം കൊടുത്തു. അത് മനസ്സിലാക്കി വായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നീ അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിൽ അവിടെ മുഖം ലജ്ജിച്ചാണ്. പക്ഷെ അവന്റെ പേര് സുനിൽ എന്നാണ് പേര്. ഞങ്ങൾ പ്രയറിന് ഒരു അരമണിക്കൂർ മുമ്പെയാണ് സംസാരിച്ചത് ദൈവവചനങ്ങളായിട്ട്. അവൻ ഏറ്റെടുത്തോളം, അവനെ അനുഗ്രഹിച്ചു, അവൻ അയച്ചുള്ള കർത്താവ് നിന്നെ മാനിക്കും എന്ന് പറഞ്ഞു കേട്ടോ. ആ സ്ഥലത്ത് തന്നെ ദൈവം മാനിക്കും, ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ബ്രദറെ ഒന്ന് പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞു ബ്രദർ ഇപ്പൊ ഒരു എസ് എന്ന ഒരു ലെറ്റർ പറഞ്ഞായിരുന്നല്ലോ ബ്രദറെ. എസ് എന്ന ലെറ്റർ അത് എന്നെ 10 വർഷമായിട്ട് നാത്തുന്ന വീട്ടിൽ ഇങ്ങനെ ചിഹ്നം വിളിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അയ്യോ, ഇന്ന് താങ്ങാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഉള്ളുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ബ്രദർ പറയുന്ന എസ് എന്ന ലെറ്റർ ഇങ്ങനെ എതിരായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥന ആവശ്യപ്പെട്ട് വരുമെന്ന് ഇപ്പൊ ബ്രദർ പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുക ബ്രദറെ. ഏറ്റെടുത്ത കർത്താവ് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. നന്ദി ബ്രദറെ. ദൈവത്തിന് മഹത്വം. പറഞ്ഞു. അതായത് എനിക്ക് ജോലി സ്ഥലത്തൊരു പ്രതികൂലമുണ്ട്. പ്രതികൂലത്തിലാണ് നിക്കണേ. എസ് എന്ന അക്ഷരാണ്. ഞാൻ അത് ഏറ്റെടുത്ത് ഒരേ ആലോചന ഒരേപോലെ വരുന്നുള്ള ഏറ്റെടുത്താൽ മതി. നിങ്ങൾ എടുത്ത് പറയണ്ട, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാൽ മതി. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഷാർജയിൽ നിന്നാ പറഞ്ഞു പറഞ്ഞേ. ബ്രദറെ, ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി എനിക്കൊരു ദൂതുണ്ടായിരുന്നു. എബൻ അവന്റെ ഒരു സിസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ബ്രദർ എനിക്ക് വേണ്ടി ദൂത് തന്നായിരുന്നു. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങുന്നു, അനുഗ്രഹിക്കുന്നു. എനിക്കൊരു ചെറിയ പ്രൊജക്ട് എനിക്ക് ദൈവം സഹായിച്ചു. അതിനുശേഷം എനിക്ക് ദൈവം ഒരു ഓപ്പണിംഗ് തന്നു. ഞാൻ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വിത്ത് വിതച്ചു, അത് കൊയ്യുവാനുള്ള സമയമായി. ഇനി അങ്ങോട്ട് കൊയ്ത്തിന്റെ സമയമാണെന്ന് എനിക്കൊരു ദൂത് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ചെറിയൊരു പ്രൊജക്ട് എനിക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ കർത്താവ് അത് മാനിക്കട്ടെ. ദൈവം ആലോചനയാൽ പ്രിയമകന്റെ സാമ്പത്തിക മേഖലകളെ തുറന്നല്ലോ, അനുഗ്രഹിച്ചപ്പോൾ ഇനിയും വർദ്ധിക്കാൻ വേണ്ടി ബ്രദർ ആ ദൂത് മുറുക്കെ പിടിച്ചോണം, എഴുതി വെച്ചോണം, എല്ലാ ദിവസവും പറഞ്ഞോണം. വർധന ഉണ്ടാകാൻ വേണ്ടി പോവാണ് ബിസിനസ്സിൽ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ ശ്രുതിയാണ്, ഇടക്കേത്തുനിന്നാണ്. എന്റെ ഹസ്ബൻഡ് സൗദിയിൽ വാഗ്ദത്വം പ്രകാരമാണ് ജോലിക്ക് പോയത്. അപ്പൊ അവിടെ ആൾക്കൊരു സാപ്പ് നമ്പർ കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ പോയിട്ട് ഏകദേശം 9 മാസമായി. കൂടെയുള്ള എല്ലാവർക്കും കിട്ടി. അപ്പൊ തുടക്കകാലത്തൊക്കെ ഞങ്ങൾ ഭയങ്കര ടെൻഷനായിരുന്നു അത് കിട്ടായിട്ട്. അങ്ങനെ ഞാൻ ബ്രദറിനോട് ചോദിച്ചപ്പോൾ ബ്രദർ എനിക്ക് ഒരു വചനം പറഞ്ഞു, ദീപന്റെ അധ്വാനത്തിന്റെ ഫലമായത് സാപ്പ് നമ്പറും ദീപണ് കിട്ടുമെന്ന് ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. വിഷയത്തിനെയും കാട്ടിയും കൂടുതൽ ബ്രദർ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ വചനത്തിനെ വിശ്വസിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. കറക്റ്റ് സമയമാകുമ്പോൾ അപ്പം ഇന്ന് ബാക്കി എല്ലാവർക്കും ചുറ്റുമുള്ള എല്ലാവർക്കും കിട്ടിയിട്ടും ആൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ കറക്റ്റ് സമയമായപ്പോ ഇന്ന് ഈ 2 ദിവസം മുന്നേ ആൾക്ക് കിട്ടി. ഇന്ന് കൺഫേം ആയി. വചനത്തിന്റെ ശക്തി ഞാൻ ദൈവത്തിന് അത്ഭുതത്തിന് പറഞ്ഞ പോലെ തന്നെ ആർക്കും ലഭിക്കാതെ പോയതാണ്. പക്ഷെ അത് കർത്താവിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ഒരു അത്ഭുതമാക്കി അത് മാറ്റി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. ഇത് ആര് അനാവശ്യമായിട്ട് ഒച്ച വെക്കുന്നത്? സാക്ഷ്യം പറയാനുള്ളവരൊഴികെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, പറഞ്ഞോട്ടെ. എന്റെ കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദനയായിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഈ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് അതിന് സൗഖ്യമായി. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? ഇത് ഏകദേശം 1 വർഷമായി. 1 വർഷമായിട്ടുണ്ടായിരുന്നു. ഉപ്പൂറ്റിക്ക് വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് അത് പൂർണ്ണ സൗഖ്യമായി അല്ലേ? സൗഖ്യമായി.
ആമേൻ. കർത്താവ് അങ്ങ് തൊട്ട് വിടുവിച്ച കൃപയ്ക്ക് നന്ദി. പ്രിയസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വേദനയായിരുന്നു, യേശു തൊട്ട് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര്? വേഗത്തിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ പറഞ്ഞോട്ടെ? പറഞ്ഞു. പറഞ്ഞു. ഒരു 3 ആഴ്ചക്ക് മുമ്പ് എനിക്ക് മുട്ടിന്റെ അവിടെ ഭയങ്കര വേദന. 2-3 ദിവസം കുഴമ്പെല്ലായിട്ട് തേച്ച് ഒരു രക്ഷയില്ല. ഒരു തടിപ്പ് പോലെ ഒരു തോന്നല്. നീരാണോ തടിപ്പാണോന്ന് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ബ്രദർ പറയുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ദിവസങ്ങളിലൊന്നും കുറഞ്ഞില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക്, ഞാൻ വിശ്വസിച്ച് സാക്ഷ്യം പറയാൻ പറയുന്നത് കൊണ്ട് പിന്നെ അത് പറയാത്തതിന് പിന്നെ വീണ്ടും എനിക്ക് വേദന എടുത്ത പോലെ കൈക്ക് തോന്നി. പിന്നെ വീണ്ടും എന്റെ ഈശോയെ, വീണ്ടും എനിക്ക് കൈവേദന വന്നല്ലോ, ഞാൻ സാക്ഷ്യം പറയാന്ന് പറഞ്ഞു പറഞ്ഞില്ലല്ലോ ഈശോ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ എനിക്കിപ്പോ 2-3 ദിവസമായിട്ട് എനിക്ക് വേദന ഇല്ല ബ്രദർ. എനിക്ക് മാറി. ദൈവം തന്ന അത്ഭുതത്തിന് നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. കർത്താവ് അങ്ങയുടെ മുറിവിനാൽ പ്രിയമക്ക് സൗഖ്യം ലഭിച്ചല്ലോ. പറഞ്ഞപോലെ തന്നെ വേദനയാൽ ഭയപ്പെട്ടു, എന്നാൽ യേശു തൊട്ട് ആ വേദന പൂർണ്ണമായും സൗഖ്യമാക്കി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞു. കാലില് തീ പൊള്ളിയതുപോലെ ഇങ്ങനെ കുമിളിച്ചു വന്നതാ. ഞാൻ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു പ്രാർത്ഥിച്ചപ്പോൾ അത് മാറിപ്പോയി. അത് പൊട്ടാതെ തന്നെ അത് ഗ്യാപ്പ് അത് ഇല്ലാതായിപ്പോയി. ഇപ്പൊ വേദനയില്ല. വേദന ഉണ്ടായിരുന്നു സിസ്റ്റർക്ക്? വേദന ഉണ്ടായിരുന്നു. ചെരുപ്പിടുമ്പോ ഭയങ്കര വേദനയാ. അതേ കൊള്ളുമ്പോ ഇപ്പൊ വേദനയില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മാറിപ്പോയി ഇപ്പം പൂർണ്ണമായിട്ട്. ആമേൻ. കർത്താവ് ഗ്രേസ് പറഞ്ഞ പോലെ തന്നെ സാധാരണ അത് പൊട്ടിപ്പോകുന്ന, പക്ഷെ അത് പൊട്ടിപ്പോകാതെ അത് പൂർണ്ണമായിട്ടും വേദനയെ മാറി ആ തടിപ്പ് അവിടെ നിന്ന് ചുങ്ങിപ്പോവുകയും ചെയ്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞു. ഈ എസ് എന്ന് പറഞ്ഞ ആള് ഞാനും അത് ഏറ്റെടുക്കുക. കാര്യം എൻ്റെ ഭർത്താവിൻ്റെ അനിയന് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളിപ്പം വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് പല വീട്ടിൽ വന്നു, നിങ്ങൾ എന്തോയിനിങ്ങനെ ജീവിക്കുന്നു, പോയി തൂങ്ങിച്ചാകരുതോ, എന്തോയിനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീടുണ്ടായിട്ടില്ല. എല്ലാവരെയും നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. ഞങ്ങളിങ്ങനെ ജീവിക്കുക. ഒരു മോനുള്ളത് സൈക്കാട്രിക് പേഷ്യൻ്റ്. മകള് നേരത്തെ മരിച്ചുപോയി. എല്ലാ തരത്തിലും അപമാനിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു. ഞങ്ങളോട് ചോദിച്ച ചോദ്യം, എന്തോയിലാണ് ജീവിക്കുന്നത്, പോയി തൂങ്ങിച്ചാകരുതോ? അങ്ങനെ ആ എസിന് വേണ്ടി മോള് ഇന്നലെ മീറ്റിങ്ങിനെ പ്രാർത്ഥിച്ചപ്പോ ഞാന് അവന് വേണ്ടി എനിക്ക് വെറുപ്പും വൈരാഗ്യവുമായിരുന്നു. അത് ഞാൻ ആ വൈരാഗ്യത്തെ മാറ്റി ക്ഷമിച്ച്, ദൈവം എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇനി അവനെ സ്നേഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക. ഇപ്പം പിന്നെ എൻ്റെ അനിയത്തിക്ക് കോവിഡ് ആയിരുന്നു. ഞാൻ ബ്രദർ പ്രാർത്ഥിച്ചപ്പം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്കിപ്പം ഒത്തിരി ഭേദമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ ഭയങ്കര സിവിയറായിട്ട് ICUലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്രാവശ്യം വളരെ മൈൽഡായിട്ട് അതൊക്കെ മാറി. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുത്തോണം. കർത്താവ് മാനിക്കപ്പെടാൻ വേണ്ടി പോകണം. ദൈവം വിടുവിച്ച കൃപയ്ക്ക് നന്ദി. മാനിക്കും ദൈവം. ഇന്ന് കേട്ട വചനം പോലെ ഏറ്റെടുത്തോണം. ഞങ്ങൾ ലജ്ജിച്ചു കൊടുത്ത് ഞങ്ങൾ മാനിക്കപ്പെടാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ദൈവത്താൽ മാന്യതയുണ്ടാവും എന്ന് ഏറ്റു പറഞ്ഞോണം. ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞോട്ടെ. ജോലി സ്ഥലത്ത് ഇങ്ങനെ സമ്മർദ്ദം അനുഭവിക്കുന്ന എസ് എന്നൊരു വ്യക്തി മൂലമാണ്. ഇപ്പം എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ചേർപ്പങ്കിലാണ്. ഞാൻ ജോലി ചെയ്യുന്ന കിടങ്ങൂർ ഒരു ബാങ്കിലാണ്, സ്വീപ്പറായിട്ടാണ്, പാർട്ട് ടൈം സ്വീപ്പർ. അപ്പൊ ഇതിനു മുമ്പ് ഇരുന്ന മാനേജർമാരാരും എന്നോട് അക്കൗണ്ട് പിടിക്കണം, ഇൻഷുറൻസ് പിടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്ന ലേഡിയാണ്, മാഡത്തിന്റെ പേര് സൂചി എന്നാണ്. അപ്പൊ എന്നോട് എന്നും പറയും, ചേച്ചി ദിവസം ഒരെണ്ണം വീതം ഒരു അക്കൗണ്ട് ഒരു ഇൻഷുറൻസ് പിടിക്കണം. അപ്പം ഒരു മാസം ഓരോ ദിവസം
ദിവസവും എത്ര ദിവസം ഉണ്ടോ അത്രയും, ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം എന്നോട് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇൻഷുറൻസ് പിടിക്കണം, അതുപോലെ അക്കൗണ്ട് പിടിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഭാരമാണ്. വളരെ പ്രയാസത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്രദറിനോട് പറഞ്ഞത്. നേരെ ഭയങ്കര കർശനം എന്നോട് തന്നെ, എല്ലാവരോടും വളരെ ഇതാണ്. മാഡം സമ്മതിക്കത്തില്ല. ചേച്ചി എല്ലാ ആനുകൂല്യം പറ്റുന്നതല്ലേ, ചേച്ചി ഇൻഷുറൻസ് പിടിക്കണം, ഡെയിലി ഓർണയിലും പിടിക്കണം, അക്കൗണ്ട് പിടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ഇതാണ് എന്നോട്. എല്ലാവരോടും അതെ, എന്നോട് പ്രത്യേകിച്ച്. ഇതുവരെ ഇരുന്നവരാരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ പുള്ളിക്കാർ മാത്രമേ അങ്ങനെ പറയുന്നുള്ളേ. അപ്പൊ ഭയങ്കര വിഷമം എനിക്ക്. ഞാൻ ചെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എല്ലാ ബാങ്കിലും ഉള്ളത് കൊണ്ട് എല്ലാരും നിരസിക്കും. പിന്നെ കുറച്ചു പേരൊക്കെ ചേരും. അങ്ങനെ എന്നോട് പിടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമാണ്. ബ്രദറിന് പ്രാർത്ഥിക്കും. ദൈവം സാക്ഷിയാക്കി മാറ്റി. സിസ്റ്റർ, ഓരോ ആലോചന ഞാൻ പറഞ്ഞ ഒരേ ആലോചന ഒരേപോലെ വരുന്ന ഏറ്റെടുത്താൽ മതി. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവാണെങ്കിൽ സിസ്റ്ററെ മാനിക്കും. ദൈവം പറഞ്ഞാൽ ഞാൻ ലജിക്കത്തില്ല, ഞാൻ മാനിക്കുമെന്ന് ഇന്ന് കേട്ട വചനം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഏത് വ്യക്തി ആയിക്കോട്ടെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ദൈവം മാനിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എൻ്റെ പേര് റോണി. പറഞ്ഞു. ബ്രദറെ, എൻ്റെ പേര് റോണി എന്നാണ്. എനിക്ക് ഉറക്കമില്ലായിരുന്നു. 14 ദിവസമായി ഉറങ്ങിയിട്ട്. ഭയങ്കര ഡിപ്രഷൻ കാരണം അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കമില്ല, ഭയങ്കരമായിട്ട് അസ്വസ്ഥതയാണ്. ഇപ്പൊ ബ്രദറിന് ഉറങ്ങാൻ പറ്റുന്നില്ല? ഉറങ്ങാൻ പറ്റണില്ല, എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റണില്ല. ഭയങ്കരമായിട്ട് അസ്വസ്ഥതയാണ്. എനിക്ക് ഫെബ്രുവരി തൊട്ട് തുടങ്ങിയതാണ് ഒരു ഡിപ്രഷൻ പോലെ വന്ന് പെട്ടെന്ന് ആയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഞാൻ രാത്രി തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കുമ്പോ എഴുന്നേക്കണം എന്ന് തോന്നും, പിന്നെ വീണ്ടും കിടക്കും, വീണ്ടും എഴുന്നേറ്റ് നടക്കുക, രാത്രി മൊത്തം നടക്കുക, ഉറങ്ങാൻ പറ്റണില്ല. ഞാനിപ്പോ ഒരു വാക്ക് ബ്രദറെ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് നെഞ്ചത്തോട്ട് വെച്ചാട്ടെ. കർത്താവെ, നെഞ്ചിൽ കൈവച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോ ഇന്നു മുതൽ ആ ഡിപ്രഷന്റെ ദുരാത്മാവിനെ ഞങ്ങൾ പുറത്താക്കുന്നു. ഇപ്പോൾ തന്നെ സുഖമായി ഉറങ്ങട്ടെ. അത് മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനും സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടായി വരട്ടെ. സകല പിശാചുക്കളെ ഞങ്ങൾ പുറത്താക്കുന്നു. സമാധാനം നിറയട്ടെ. ഇന്നു മുതൽ സുഖമായി ഉറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. മകൻ ഇന്നു മുതൽ സുഖമായി ഉറങ്ങും. നാളെ ഞങ്ങൾ സാക്ഷ്യം കേൾക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദർ. ആമേൻ. അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, പറഞ്ഞു. ബ്രദർ, 2 ദിവസം മുമ്പേ ഒരു നാരായണീന്റെ പേര് പറഞ്ഞിട്ടില്ലേ? അത് കണ്ണൂരിൽ നിന്ന് വന്ന് ബ്രദർക്ക് ഓർമ്മയുണ്ടോ? വന്ന് കണ്ണൂരിൽ നിന്ന് വന്ന ഒരു നാരായണിയാണ്. അവര് വിശ്വാസത്തിൽ വന്നിട്ട് കുറെ കൊല്ലങ്ങളായി. അവരുടെ ഭർത്താവും ഒക്കെ വിശ്വാസത്തിൽ വന്നതായിരുന്നു, വിശ്വാസത്തിലായിരുന്നു. പക്ഷെ 2 മക്കളും ഇപ്പം വിശ്വാസം മാറി. അവരെല്ലാരും ആ നാട്ടുകാർ മുഴുവൻ ഒറ്റപ്പെടുത്തിയിട്ട് ഒരു നശിച്ച കുടുംബം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ മൂത്ത മോൻ കല്യാണം കഴിച്ചു. അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങൾ നടക്കുവാണ്. രണ്ടാമത്തെ 39 വയസ്സായ ബ്രദർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ നാട്ടുകാർ മുഴുവൻ അവരെ പറയാ നശിച്ച കുടുംബം. ബ്രദർ അന്ന് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞത്, നാരായണി എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഏറ്റെടുത്തു. കർത്താവ് അത് സാക്ഷിവാക്കി മാറ്റും. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായി തീരും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ, ഐസക് എലിയെ ഒന്ന് ദുആ കർണ. അവന് 30 വയസ്സായി, എന്നാൽ ജോലി ചെയ്യാന പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്ക് പറഞ്ഞതാ ഞാൻ കർത്താവിന്റെ സേവ ചെയ്യുമെന്ന്. അത് കഴിഞ്ഞിട്ട് എവിടെ ജോലിക്ക് പോയിട്ട് ശരിയായിട്ടില്ല. കർത്താവ് ദൈവത്തിന്റെ ഹിതം ഒന്ന് പറയണം, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണേ. ഞാൻ പ്രാർത്ഥിക്കുക. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അവനെ ഉപയോഗിക്കും. ദൈവം അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മാന്യതമാക്കി മാറ്റി. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ നിർത്തുന്നു. തുടർമാനമായിട്ട് നമുക്ക് പിന്നെയും കേൾക്കാം, പിന്നെയും പ്രാർത്ഥിക്കാം. നാളെ നമ്മുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൂമിലല്ല, യൂട്യൂബിലാണ് നാളെ മാത്രം. തിങ്കൾ മുതൽ പിന്നെ നമ്മുടെ പ്രാർത്ഥനയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട വചനം മറക്കരുത്. ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ മാനിക്കപ്പെടും. ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം.
രാവിലെ പറഞ്ഞോണം, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അവിടെയൊക്കെ ഞാൻ മാനിക്കപ്പെടും. ആരാണോ എന്നെ പരിഹസിച്ചത് അവരുടെയൊക്കെ നടുവിൽ തട്ടിമുട്ടി ഞാൻ പോകത്തില്ല, വാഴും എന്ന് വിളിച്ചു പറഞ്ഞോണം. അങ്ങനെ തന്നെ സംഭവിക്കും. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് ക്രമീകരിക്കുന്നുണ്ട്. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ കാര്യങ്ങൾ പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറയാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വിശ്വസിക്കാം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ കൃപകളാൽ തുറക്കും, വൻ കാര്യങ്ങളെ ചെയ്യും. ഈ നിമിഷം തന്നെ ഇന്ന് കണ്ടുകൊണ്ട് നിരാശകളല്ല കാണേണ്ടത്, പരാജയമല്ല കാണേണ്ടത്, നിന്നയല്ല കാണേണ്ടത്. കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് നിങ്ങളിപ്പോൾ കാണാൻ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് തന്നതിനായി നന്ദി. അപ്പം ഞാൻ പറഞ്ഞത് ലഭിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ കാണണം. അത് കണ്ടുകൊണ്ട് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് തുറന്നു വരും. ഈ നിമിഷം തന്നെ കാണുന്നവരെല്ലാം, വിശ്വസിക്കുന്നവരെല്ലാം ഏറ്റുപറഞ്ഞ്